നമസ്കാരം. ഇന്ത്യ ആർക്ക് എന്ന ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് ഇനി 61 മണിക്കൂർ ദൂരമേ ഉള്ളൂ. വെള്ളിയാഴ്ച രാവിലെ 8-ന് വോട്ടെണ്ണി തുടങ്ങും വരെ. അതിനു മുമ്പ് നമ്മുടെ മുന്നിലുള്ള എക്സിറ്റ് പോൾ ഫലങ്ങളെയൊക്കെ വിശ്വസിക്കുകയാണെങ്കിൽ അബ് കി ബാർ മോദി സർക്കാർ, ഇപ്രാവശ്യം മോദി സർക്കാർ എന്ന നരേന്ദ്രമോദിയുടെ ആഹ്വാനം ജനം അംഗീകരിക്കുന്നു എന്നേ മനസ്സിലാക്കാനാകൂ. ഏതാണ്ട് എല്ലാ സർവേകളും മോദി നയിക്കുന്ന NDAക്ക് മേധാവിത്വം വ്യക്തമാക്കി കഴിഞ്ഞു. പ്രധാന ടെലിവിഷൻ ചാനലുകളുടെ സർവേ ഫലങ്ങളുടെ ശരാശരി പരിശോധിച്ചാലും അത് വ്യക്തമാണ്. പക്ഷേ എക്സിറ്റ് പോൾ ഫലങ്ങൾ ഇപ്പറയുന്ന പോലെ സംഭവിക്കുന്നില്ലെങ്കിൽ എന്താണ് സർക്കാർ രൂപീകരണ സാധ്യതകൾ? മുന്നിലെത്തുന്നവരെ പിന്തുണയ്ക്കാൻ ആരൊക്കെ ഉണ്ടാകും? ഉത്തരം തേടുന്നു നമ്മൾ ഈ മണിക്കൂറിൽ ഇന്ത്യ ആർക്ക്. ടൈംസ് നൗ ഒഴികെ എല്ലാ ദേശീയ മാധ്യമങ്ങളും NDA 272 എന്ന നമ്പറിൽ എത്തുമെന്ന് തന്നെയാണ് പ്രവചിക്കുന്നത്. UPA 97 എന്ന പരിതാപകരമായ സംഖ്യയിൽ വരെ എത്താമെന്നും കണക്കുകളിലുണ്ട്. ആദ്യം എല്ലാ സർവേകളുടെയും ഒരു ശരാശരി പരിശോധിക്കാം. എക്സിറ്റ് പോളിന്റെ ഒരു ശരാശരി കണക്കുകളിലേക്ക് വരികയാണെങ്കിൽ ഏറ്റവും ഒടുവിൽ പറയേണ്ടത് 273 സീറ്റ് NDA നേടുമെന്നതാണ് ഇതിന്റെ ശരാശരി. അതായത് ഈ IBN, ടൈംസ് നൗ, ആഴ്ത്തക്ക്, ABP അതുപോലെ ഇന്ത്യ TV വരെയുള്ള ചാനലുകൾ നടത്തിയ സർവേകളുടെ ആകെത്തുക എടുത്താൽ, അതിന്റെ ശരാശരി എടുത്താൽ 273. നമുക്കറിയാം 272 മതി സർക്കാർ രൂപീകരണത്തിനുള്ള മിനിമം സംഖ്യ എത്താൻ. എന്നിരിക്കെ NDAക്ക് അത് ഈ സർവേകളാണ് ഫലിക്കുന്നതെങ്കിൽ, ഇതാണ് ശരിയെങ്കിൽ സംഭവിക്കുക വളരെ കൃത്യമായി തന്നെ 273 സംഖ്യയിലേക്ക് എത്തും. IBN 276, ടൈംസ് നൗ 249, ആഴ്ത്തക്ക് 272, ABP 281 സീറ്റാണ് NDAക്ക് പ്രവചിക്കുന്നത്. ഇന്ത്യ TV 289. അത് ഈ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ പറയുന്നത് ഇന്ത്യ TV ആണ്. അതേസമയം ടൈംസ് നൗ കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്താൻ അല്പം കൂടി ദൂരമുണ്ട് എന്ന കണക്കുകളാണ് പറയുന്നത്. എന്തായാലും ശരാശരി എടുത്താൽ 273 കംഫർട്ടബിളായി തന്നെ ആ ഒരു സംഖ്യയിലേക്ക് എത്താൻ NDAക്ക് സാധിക്കും. ഇപ്പുറത്തെ UPയുടെ കണക്ക് പരിശോധിച്ചാൽ ഏറ്റവും കുറവ് 97 വരെ എത്താം. അങ്ങനെ വന്നാൽ ചരിത്രത്തിൽ തന്നെ വളരെ മോശമായ സ്ഥിതിയിലേക്ക് കോൺഗ്രസ് അടക്കം എത്തും എന്നാണ് ആ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. UPക്ക് 97 സീറ്റ്, ടൈംസ് നൗ പറയുന്നത് 148, ആഴ്ത്തക്ക് 115, ABP 97, ഇന്ത്യ TV 101. അതിൻ്റെ ശരാശരി പരിശോധിച്ചാൽ 111 സീറ്റ്. ഇതാണ് സംഭവിക്കുന്നതെങ്കിൽ പോലും, അതായത് ഇതിൻ്റെ ശരാശരി കണക്കാണ് 97-നൊക്കെ മേലെയാണ് 111. പക്ഷേ അങ്ങനെയാണെങ്കിൽ പോലും വളരെ പരിതാപകരമായ സ്ഥിതിയാണ് UPAക്ക് കോൺഗ്രസിന് എന്നത് വ്യക്തമാണ്. ഈ കണക്കുകളിൽ നിന്ന്, ഈ സർവേ ഫലങ്ങളിൽ നിന്ന് മാത്രമാണ് പറയുന്നത്. അതേഴ്സ് ഒരുപക്ഷെ വളരെ നിർണായകമാകും സർക്കാർ രൂപീകരണത്തിലെന്ന് പറയപ്പെട്ടിരുന്ന ഈ 273 ഇതുപോലെ കിട്ടുന്നില്ലെങ്കിൽ നിർണായകമാകുമെന്ന് പറയപ്പെട്ടിരുന്ന പല കക്ഷികളും ഇതിലാണ്. ഇടതുകക്ഷികൾ ഇതിലാണ്, മമതാ ബാനർജി ഇതിലാണ്, ജയലളിത ഇതിലാണ്, മായാവതി ഇതിലാണ്. എല്ലാം അടങ്ങി മറ്റുള്ളവർ എന്നതിൻ്റെ ശരാശരി 153. കോൺഗ്രസ് നേടുന്നതിനേക്കാൾ 40-ലേറെ സീറ്റുകൾ കൂടുതൽ ശരാശരിയിൽ. അതിൽ തന്നെ IBN 148 സീറ്റുകളുടെ പറയുന്നു, ടൈംസ് നൗ 146 സീറ്റ് പറയുന്നു, 156 സീറ്റ് ആഴ്ത്തക്കും, ABP 165, ഇന്ത്യ TV 153. അങ്ങനെ ആ 153 എന്ന സംഖ്യ, ഇതിലൊരു പ്രത്യേകത ഉള്ളത് മറ്റുള്ളവരുടെ കാര്യത്തിൽ ഏറെക്കുറെ അടുത്തടുത്താണ് എല്ലാ സർവേകളുടെയും കണക്കുകൾ എന്നതും ശ്രദ്ധേയമാണ്. 153 സീറ്റ് എന്നതാണ് ഇതിൻ്റെ ഒരു ശരാശരി കണക്കെടുത്താൽ. അപ്പോഴും നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഏറ്റവും ആധിപത്യം പ്രവചിക്കപ്പെടുന്ന NDAക്ക് 273 എന്ന കംഫർട്ടബിളായി കൃത്യമായി തന്നെ അധികാരത്തിലെത്താനുള്ള നമ്പർ കിട്ടുമെന്നും വ്യക്തമാണ്. ഒരു കണക്കുകൂടി നോക്കാം. NDAക്ക് വോട്ട് വരുന്ന വഴി പരിശോധിക്കുകയാണെങ്കിൽ ഉത്തർപ്രദേശിലാണ് ഇത്തവണ വലിയ പ്രതീക്ഷ അവർ വെച്ചത്. ഉത്തർപ്രദേശ് ഉൾപ്പെടെയുള്ള ആ ഹിന്ദി ഭൂമി പിടിച്ചാലേ അധികാരത്തിലെത്തുമെന്നുള്ള വ്യക്തം തന്നെയായിരുന്നു. ഇതിൻ്റെ ഒരു ശരാശരി പരിശോധിച്ചാൽ 51, ചില കണക്കുകളിൽ 54 വരെ പോകുന്നുണ്ട്, ചിലത് 48 എന്ന് പറയുന്നുണ്ട്. എന്തായാലും 51 സീറ്റ് ശരാശരിയിൽ ഉത്തർപ്രദേശിൽ കിട്ടുമെന്ന് ഈ എല്ലാ സർവേകളുടെയും ആകത്തുക അതിൻ്റെ ശരാശരി പറയുന്നു. മഹാരാഷ്ട്ര 31 സീറ്റ്, അതൊരു പക്ഷേ ഒരു ഘട്ടത്തിൽ പ്രവചിച്ചതിനേക്കാൾ കൂടിയ സംഖ്യയാണ് അവിടെ BJP ശിവസേന സഖ്യം നേടുമെന്ന് സർവേകളുടെ ശരാശരി കണക്ക് പറയുന്നത്. ബീഹാറിൽ 24, മധ്യപ്രദേശിൽ 23. ഈ 4 സംസ്ഥാനങ്ങൾ തന്നെ വളരെ പ്രധാനമാണ് ആ പ്രധാനപ്പെട്ട നമ്പർ NDAക്ക് എത്തുന്നതിൽ. അതുപോലെ തന്നെയാണ് രാജസ്ഥാൻ്റെയും ഒക്കെ കണക്ക്. ഗുജറാത്തിൽ 23, രാജസ്ഥാനിൽ 20, കർണാടകത്തിൽ 16. കർണാടകത്തിൽ IBN സർവേ മാത്രം നേരെ തിരിച്ച് കോൺഗ്രസിനാണ് ആധിപത്യം എന്ന് പറയുന്നുണ്ട്. ആന്ധ്രയിൽ 15 സീറ്റ്. ഗുജറാത്ത് തീർച്ചയായും അവിടെ നിന്ന് വരുന്ന പ്രധാനമന്ത്രിയോടൊപ്പം തന്നെ നിൽക്കും, അങ്ങനെയാണ് സംഭവിക്കുന്നതെങ്കിൽ എന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു. ഇതാണ് NDAയുടെ ഈ എല്ലാ കണക്കുകൂടെ കൂട്ടിയാൽ 203 സീറ്റ് ഈ 8 സംസ്ഥാനങ്ങളിൽ നിന്ന് മാത്രം, ഈ വലിയ 8 സംസ്ഥാനങ്ങളിൽ നിന്ന് മാത്രം 203 സീറ്റ് NDAക്ക് നേടാൻ സാധിക്കുമെന്ന് കണക്കുകൾ പറയുന്നു. അത് തീർച്ചയായും പ്രധാനമാണ്. പ്രത്യേകിച്ച് ബാക്കി 70 സീറ്റിൽ താഴെ മാത്രമേ ആവശ്യമുള്ളൂ. അതെന്തായാലും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന്, ബാക്കി എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നുമായി കിട്ടും. 8 സംസ്ഥാനങ്ങളിൽ നിന്ന് 203 കിട്ടിയാൽ ഇതാണ് ഏറ്റവും ഒടുവിലത്തെ ഒരു ചിത്രം. സർവേ കണക്കുകൾ, അത് ഇപ്പോഴും ഒരിക്കൽ കൂടി പറയുന്നു, സർവേ കണക്കുകളാണ്. യാഥാർത്ഥ്യം എന്തെന്ന് ഞാൻ ആദ്യം പറഞ്ഞ പോലെ 61 മണിക്കൂറിന് ശേഷമേ പറയാൻ പറ്റൂ. എന്തായാലും ഉത്തർപ്രദേശിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് പറയാൻ നമ്മോടൊപ്പം സതീഷ് കുമാറുണ്ട് ഡൽഹിയിൽ നിന്ന്. സതീഷ്, ഒരുപക്ഷെ ഈ കണക്കുകളൊക്കെ പറയുന്നത് BJPയുടെ കണക്കിനൊപ്പം നിൽക്കുന്നതാണ്, അവരൊരു പ്രതീക്ഷയ്ക്കൊപ്പം നിൽക്കുന്നതാണ്. 50 സീറ്റെങ്കിലും അവിടെ നിന്ന് വേണമെങ്കിൽ എന്ന്. ഇതാണ് സംഭവിക്കുന്നതെങ്കിൽ എന്ന് തന്നെ പറയണം. അങ്ങനെയാണെങ്കിൽ BJPയുടെ സ്ട്രാറ്റജി, കുറേ മാസങ്ങളായി തന്നെ അവരെടുത്ത സ്ട്രാറ്റജി കൃത്യമായി അവിടെ നടപ്പാക്കപ്പെടുന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? ദാസ് തീർച്ചയായും അങ്ങനെ തന്നെ പറയാൻ കഴിയൂ. കാരണം
കോൺഗ്രസ് പോലും പറഞ്ഞിരുന്നു ഉത്തർപ്രദേശിൽ 30 സീറ്റുകളെങ്കിലും കുറഞ്ഞത് ബി.ജെ.പിക്ക് ലഭിക്കുമെന്ന്. എന്നാൽ ഇപ്പോൾ അഭിപ്രായ സർവേകളെല്ലാം വ്യക്തമായി 50-ലധികം സീറ്റുകൾ നേടും എന്ന് ബി.ജെ.പിക്ക് ഉത്തർപ്രദേശിൽ നിന്ന് ലഭിക്കും എന്ന് പറയുമ്പോൾ തീർച്ചയായും അവർ കഴിഞ്ഞ മാസങ്ങളോ അല്ലെങ്കിൽ വർഷങ്ങളോ ആയി എടുത്ത ഒരു സ്ട്രാറ്റജി, ആ തന്ത്രങ്ങൾ ഫലം കാണുന്നു എന്ന് വേണം നമുക്ക് പറയുവാൻ. എന്തായാലും ദാസ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ വോട്ടെണ്ണി കഴിയുമ്പോഴേ വ്യക്തമായ ചിത്രം പുറത്തു വരൂ എങ്കിൽ പോലും എന്തെല്ലാം തന്ത്രങ്ങളാണ് ബി.ജെ.പിക്ക് ഉത്തർപ്രദേശിൽ ഗുണകരമായത് എന്ന് പരിശോധിക്കുന്നത് വളരെ രസകരമായ ഒരു കാര്യമായിരിക്കും. കാരണം അമിത്ഷായെ അവിടുത്തെ ജനറൽ സെക്രട്ടറി ആക്കി. അതായത് നരേന്ദ്രമോദിയുടെ ഏറ്റവും അടുത്ത വിശ്വസ്തനായ അമിത്ഷായെ ബി.ജെ.പിയുടെ ജനറൽ സെക്രട്ടറി ആക്കിക്കൊണ്ടാണ് ഉത്തർപ്രദേശിൽ ബി.ജെ.പി ഇത്തവണ മോദിക്ക് വേണ്ടി ഉത്തർപ്രദേശ് കീഴടക്കാനുള്ള ഒരു പോരാട്ടം തന്നെ തുടങ്ങിയത്. ആ ശ്രമങ്ങൾ തുടങ്ങിവെച്ചത് അമിത്ഷാ എത്തിയതിന് തൊട്ടു പിന്നാലെ നമ്മൾ കണ്ടതാണ്. ഒരുപക്ഷെ 90കളിൽ ബി.ജെ.പിക്ക് വലിയ നേട്ടമുണ്ടാക്കി കൊടുത്ത ഉത്തർപ്രദേശ് അന്ന് രാമക്ഷേത്ര നിർമ്മാണം എന്ന ഒരു ശ്രീരാമന്റെ വികാരം ഉയർത്തിക്കൊണ്ടായിരുന്നു തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങിയതെങ്കിൽ ഇത്തവണ തീവ്ര ഹിന്ദുത്വ വികാരം, അതായത് ശ്രീരാമന്റെ ആ രാമക്ഷേത്ര വികാരം അത്ര ആളിക്കത്തിക്കേണ്ടതില്ല എന്ന് ബി.ജെ.പിയും മോദിയും നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നു. അതിൽ നിന്ന് വിഭിന്നമായിക്കൊണ്ട് പടിഞ്ഞാറൻ യു.പിയിൽ മുസഫർ നഗർ കലാപം എന്ന ഒരു ധ്രുവീകരണത്തിന് വഴിവെച്ച ഒന്നായിരുന്നു മുസഫർ നഗർ കലാപം. അത് തിരഞ്ഞെടുപ്പ് വരെ ആ വിഷയം കൊണ്ടുവരികയും ആ ധ്രുവീകരണം ഉണ്ടാക്കാൻ കഴിയുകയും ചെയ്തു എന്ന് വേണം നമുക്ക് അനുമാനിക്കുവാൻ. എന്തായാലും രണ്ടാം ഘട്ടത്തിലേക്ക് വരുമ്പോൾ തീർച്ചയായും കിഴക്കൻ ഉത്തർപ്രദേശാണ് ബി.ജെ.പി ലക്ഷ്യം വെച്ചിരുന്ന മറ്റൊരു പ്രദേശം. വാരാണസി അടക്കമുള്ള പ്രദേശങ്ങൾ. വാരാണസിയിൽ മോദി മത്സരിച്ചു. ആ പ്രദേശങ്ങളിൽ ബി.എസ്.പിയും ബി.ജെ.പിയും തമ്മിലായിരുന്നു പ്രധാന ഏറ്റുമുട്ടൽ. അവിടെ മോദി അവസാന നിമിഷത്തിൽ പിന്നാക്ക കാർഡ് പുറത്തിറക്കുന്നു. ഒരു പിന്നാക്ക ജാതിക്കാരനായ തനിക്ക് പ്രധാനമന്ത്രിയാകാനുള്ള അവസരം നൽകണം എന്ന തരത്തിലേക്ക് പ്രചാരണം എത്തുന്നു. ആ രീതിയിൽ പിന്നാക്ക കാർഡ് പോലും പുറത്തെടുത്തുകൊണ്ട് ബി.ജെ.പി വളരെ തന്ത്രപരമായി നീങ്ങി എന്ന് വേണം അനുമാനിക്കാൻ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നാം നോക്കുകയാണെങ്കിൽ 91-ലും 96-ലും 98-ലും 50-ലധികം സീറ്റുകൾ ബി.ജെ.പിക്ക് ഉത്തർപ്രദേശിൽ നിന്ന് ലഭിച്ചിരുന്നു. അതിൽ തന്നെ 98-ൽ 57 സീറ്റുകൾ. അതായത് ഇതുവരെ ഉത്തർപ്രദേശിൽ ഏതെങ്കിലും സീറ്റുകളിൽ വിജയിച്ചിട്ടുള്ള ബി.ജെ.പി വിജയിച്ചിട്ടുള്ള എല്ലാ സീറ്റുകളിലും ഇത്തവണ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും അവിടെയെല്ലാം സ്ഥാനാർത്ഥികളെ നിർത്തി സ്ഥാനാർത്ഥികൾ പ്രഗത്ഭരല്ല അല്ലെങ്കിൽ പ്രമുഖരല്ല എങ്കിൽ മോദിക്ക് വോട്ട് എന്ന രീതിയിൽ ഒരു പ്രസിഡൻഷ്യൽ രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുകയും അത് വിജയത്തിലെത്തിക്കാൻ ബി.ജെ.പിക്ക് കഴിഞ്ഞു എന്ന് വേണം എക്സിറ്റ് പോളുകൾ ശരിവെക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അത് ശരിയാണെങ്കിൽ നമുക്ക് അനുമാനിക്കാം. തീർച്ചയായും സതീഷിലേക്ക് തിരിച്ചു വരാം. ഉത്തർപ്രദേശിൽ ഇതാണ് സംഭവിക്കുന്നതെങ്കിൽ മഹാരാഷ്ട്രയിലും വലിയ നേട്ടമാണ് ഈ ഘട്ടത്തിൽ. എക്സിറ്റ് പോൾ സർവേകൾ എല്ലാം ഈ ബി.ജെ.പിക്കും ശിവസേനയ്ക്കും അനുകൂലമാണ് പറയുന്നത്. മുംബൈയിൽ നിന്ന് എം.ബി. ശരത്ചന്ദ്രനുണ്ട് നമ്മോടൊപ്പം. ശരത്, ഒരു പക്ഷേ ഈ കണക്കുകളൊക്കെ ശരിയാണെങ്കിൽ ഒരു തലത്തിലെങ്കിലും ബി.ജെ.പി ശിവസേന സഖ്യം പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ, IBN പ്രവചിക്കുന്ന പോലെയാണെങ്കിൽ 35 സീറ്റ് എന്ന് പറഞ്ഞാൽ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതലാണ്. അപ്പോൾ എന്ത് സംഭവിച്ചതെന്നാണ്? മോദി തരംഗം മാത്രമോ, UPAക്ക് എതിരായ വികാരമോ? ഇതിനൊക്കെ ഇടയിൽ ഈ സർവേകളിൽ NCP തകർന്നടിയുന്നതും കണക്കുകളിലുണ്ടല്ലോ. മഹാരാഷ്ട്രയിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി ശിവസേന സഖ്യത്തിനാണ് മുൻതൂക്കം. മിക്ക അഭിപ്രായ സർവേകളും എക്സിറ്റ് പോൾ ഫലങ്ങളുമെല്ലാം പ്രവചിക്കുന്നത്. ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലേക്ക് നയിച്ചത്, അതായത് 2009-നേക്കാൾ വളരെ മികച്ച ഒരു നേട്ടം തന്നെയാണ് ബി.ജെ.പി ശിവസേന സഖ്യത്തിന് പ്രവചിക്കപ്പെടുന്നത്. ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലേക്ക് നയിച്ച പ്രധാനമായും 3 കാര്യങ്ങളാണ്. ഒന്നാമതായി, രാജ്യം മുഴുവൻ അലയടിക്കുന്നു എന്ന് ബി.ജെ.പി അവകാശപ്പെടുന്ന മോദി തരംഗം തന്നെ. രണ്ടാമത്, സംസ്ഥാന സർക്കാരിനെതിരെയുള്ള ഒരു ജനവികാരം, ഒപ്പം കേന്ദ്ര സർക്കാരിനെതിരെയുള്ള ജനവികാരവും ഇതിൽ ഒരു പരിധിവരെ ഉൾപ്പെട്ടിട്ടുണ്ട്. മൂന്നാമതായി, വിദർഭ മറാത്ത്വാഡ മേഖലയിലെ ഒരു കർഷക വിരോധം, അതും ഈ തിരഞ്ഞെടുപ്പിൽ ഒരു പ്രധാന ഘടകമായി മാറിയിരിക്കുന്നു. ബി.ജെ.പി ശിവസേന സഖ്യത്തിന് ഒരു അനുകൂല ഘടകമായി ഈ 3 കാര്യങ്ങളാണ് സംസ്ഥാനത്ത് നമുക്ക് എടുത്തു കാട്ടുവാൻ കഴിയുന്നത്. ഈ 3 കാര്യങ്ങൾ വോട്ടായി മാറിയിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ തവണത്തേതിനേക്കാൾ 10% വോട്ടിംഗിന്റെ ഒരു വർധനമുണ്ടായിരുന്നു, പോളിംഗ് ശതമാനത്തിന്റെ വർധനമുണ്ടായിരുന്നു. ഇത് ബി.ജെ.പി ശിവസേന സഖ്യത്തിന് അനുകൂലമായി എന്നാണ് പാർട്ടി നേതൃത്വം തന്നെ അവകാശപ്പെട്ടിരുന്നത്. എന്തായാലും ഈ 3 ഘടകങ്ങളിൽ മോദി തരംഗം എന്ന് പറയുന്നത് നഗരപ്രദേശങ്ങളിൽ, പ്രധാനമായും മുംബൈയിലും പൂനെയിലും മാത്രമായി ഒതുങ്ങി നിൽക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ സംസ്ഥാന സർക്കാരിനെതിരെയുള്ള ഒരു ജനവികാരം എന്ന് പറയുന്നത് അത് സംസ്ഥാനത്ത് പൊതുവെ ഉള്ള ഒരു ജനവികാരം തന്നെയായിരുന്നു. മൂന്നാമതായി, കർഷക വിരോധം എന്ന് പറയുന്നത് ഇത് വിദർഭ മറാത്ത്വാഡ മേഖലകളിലാണ് ഏറ്റവും കൂടുതൽ പ്രതിഫലിച്ചിരിക്കുന്നത്. കൊങ്കൺ പശ്ചിമ മഹാരാഷ്ട്ര മേഖലകളിൽ ശിവസേന കൂടി നേട്ടമുണ്ടാകുന്നതോടെയായിരിക്കും ബി.ജെ.പി ശിവസേന സഖ്യം ഒരു പ്രധാനമായ ഒരു സാന്നിധ്യമായി ഈ തെരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്രയിൽ മാറുന്നത്. തീർച്ചയായും ശരത്ത്, വലിയ ഒരു സാധ്യത തന്നെയാണ് ഈ ഘട്ടത്തിൽ. എക്സിറ്റ് പോൾ സർവേകൾ അതൊന്നും അന്തിമമായി ജനമെഴുതിയ വിധിയല്ല, അതേക്കുറിച്ചുള്ള വിലയിരുത്തലുകളാണ് എന്ന് തന്നെ പറയാം.
ഇപ്പോഴും പ്രധാനമായ ഈ കണക്കുകളിലൊക്കെ പ്രധാനമായി നിൽക്കുന്നൊരു സംസ്ഥാനം ബീഹാറാണ്. അവിടെ വലിയ തോതിലുള്ള ആധിപത്യം BJP നേടും എന്ന് പ്രതീക്ഷിക്കപ്പെടുകയും ചെയ്യുന്നു. അതേക്കുറിച്ച് കൂടി സതീഷിനോട് ചോദിക്കാം. സതീഷ്, വളരെ പ്രധാനമായൊരു സംസ്ഥാനം ഈ ഉത്തർപ്രദേശും ബീഹാറും പിടിക്കുക എന്നത് ഈ നമ്പർ എത്തുന്നതിൽ BJPക്ക് വലിയ നിർണായകമായിരുന്നല്ലോ. ഒരു ഘട്ടത്തിലെങ്കിലും അവിടെ RJD കോൺഗ്രസ് സഖ്യം വലിയ തോതിലുള്ള വെല്ലുവിളി ഉയർത്തുമെന്ന സൂചനകളുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ കണക്കുകളുടെ ഒരു ശരാശരി എടുത്തു നോക്കിയാൽ പോലും അങ്ങനെ BJP ആ സഖ്യത്തെ വലിയ തോതിൽ വെല്ലുവിളിക്കുന്നില്ല RJD എന്ന് വേണ്ടേ കരുതാൻ? ദാസ്, BJP ഇത്തവണ തിരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ 20-ലധികം സീറ്റുകൾ ബീഹാറിൽ നിന്ന് ലഭിക്കും എന്നായിരുന്നു BJP തന്നെ അവകാശപ്പെട്ടിരുന്നത്. അതായത് 20-ൽ കുറയില്ല, 20-ലധികം സീറ്റുകൾ ഉറപ്പായും ലഭിക്കുമെന്ന് പറഞ്ഞിരുന്നു. കണക്കുകൾ നോക്കുകയാണെങ്കിൽ 2010 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് അന്ന് JDU, നിതീഷ് കുമാറിന്റെ JDUവും BJPയും സഖ്യത്തിലായിരുന്നു. എന്നിട്ട് പോലും ആ 2010 ഒരുപക്ഷെ അതിന് മുൻപുള്ള കാലത്തെ വെച്ച് നോക്കുമ്പോൾ സഖ്യത്തിൽ നേട്ടമുണ്ടാക്കിയത് BJP ആയിരുന്നു എന്നത് വളരെ പ്രസക്തമായ ഒരു കാര്യമാണ്. അതിന്റെ ഒരു ശക്തി കൊണ്ട് തന്നെയായിരിക്കണം തീർച്ചയായും നിതീഷുമായുള്ള സഖ്യം ഉപേക്ഷിച്ച് പോലും മോദിയുടെ പേരിൽ അവിടെ ആ സഖ്യം ഉപേക്ഷിച്ച് തനിച്ച് മത്സരിക്കാൻ BJP തീരുമാനിച്ചത്. അതിന് പിന്നാലെയാണ് ഈ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപായി പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ട പസ്വാൻ വിഭാഗത്തിൽപ്പെട്ട രാംവിലാസ് പസ്വാനെ BJPക്ക് ഒപ്പം നിർത്താനായത്. 10%-ലധികം വോട്ടുകൾ പസ്വാൻ വിഭാഗത്തിനുണ്ട്. തീർച്ചയായും BJPക്ക് അവിടെ നിതീഷിനൊപ്പം ഉണ്ടായിരുന്നപ്പോൾ ഉണ്ടായിരുന്ന മുന്നാക്ക വിഭാഗ വോട്ടുകൾ ഇത്തവണയും ലഭിച്ചു. അതിനൊപ്പം പസ്വാൻ വിഭാഗത്തിന്റെ വോട്ടുകളും കൂടി ലഭിച്ചപ്പോൾ BJPക്ക് വലിയ ശക്തിയായി മാറാൻ കഴിഞ്ഞു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. എക്സിറ്റ് പോളുകൾ ശരിവെക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ എക്സിറ്റ് പോളുകൾ ശരിയാവുകയാണെങ്കിൽ. അതേസമയത്ത് മറുഭാഗത്താകട്ടെ RJD, ലാലു പ്രസാദിന്റെ RJDയും കോൺഗ്രസും ചേർന്ന് വലിയൊരു ശക്തിയായി മാറും. ന്യൂനപക്ഷ വോട്ടുകൾ ഒന്നിച്ച് RJDക്കും കോൺഗ്രസിനും ലഭിക്കും എന്ന ഒരു വിലയിരുത്തലുണ്ടായിരുന്നു. ഒരുപക്ഷെ ന്യൂനപക്ഷ വോട്ടുകളിൽ ഒരു വിള്ളൽ അത് ലാലുവിനും അതുപോലെ തന്നെ നിതീഷിന്റെ പാർട്ടിക്കുമായി ഭിന്നിച്ചു പോയിട്ടുണ്ടാകണം എന്ന് വേണം നമുക്ക് അനുമാനിക്കുവാൻ. അത്തരം ഒരു സാഹചര്യത്തിലാണ് BJPക്ക് വലിയ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുകയും അതിനൊപ്പം തന്നെ മോദി തരംഗം എന്ന ഒരു അനുകൂല ഘടകം കൂടി എത്തിയതോടുകൂടി ഇതിനൊപ്പം തന്നെ നമ്മൾ പ്രസക്തമായ മറ്റൊരു കാര്യം കൂടിയുണ്ട്. കാരണം ബീഹാർ എന്നത് എന്നും RSSന് വളരെ ശക്തമായ അടിത്തറയുള്ള ഒരു മണ്ണാണ്. അവിടെ വളരെ ശക്തമായ ഒരു കൃത്യമായ ഒരു പ്രവർത്തനം RSSന്റെ ഭാഗത്ത് നിന്ന് BJPക്ക് ആ രീതിയിലുള്ള ഒരു പിൻബലം കൂടി കിട്ടി. ഈ ഘടകങ്ങളെല്ലാം ചേർത്ത് വയ്ക്കുമ്പോൾ തീർച്ചയായും ബീഹാറിൽ 20-ലധികം സീറ്റുകൾ ലഭിക്കുകയാണെങ്കിൽ അത് നരേന്ദ്രമോദിയുടെ വിജയം, അതുപോലെ ബീഹാറിലെ BJP നേതാക്കളുടെ വിജയം എന്ന് തന്നെ വേണം നമുക്ക് അനുമാനിക്കാൻ. ശരി സതീഷ്, തീർച്ചയായും ഈ ഘട്ടത്തിൽ ഒരു ശരാശരി കണക്കിനെ അവലോകനം ചെയ്യുകയായിരുന്നു നമ്മുടെ പ്രതിനിധികൾ. തെരഞ്ഞെടുപ്പ് വിശകലന വിദഗ്ധൻ ഡോക്ടർ ജയപ്രഭാഷ് തിരുവനന്തപുരത്ത് നിന്ന് തത്സമയമുണ്ട്. കോൺഗ്രസ് നേതാവ് PM സുരേഷ് ബാബു കോഴിക്കോട്ട് നിന്ന്, BJP വക്താവ് VV രാജേഷ് തിരുവനന്തപുരത്ത് നിന്ന് എന്നിവരാണ് ഈ ഘട്ടത്തിൽ നമ്മോടൊപ്പം ഈ ഒരു മണിക്കൂറിൽ ഉള്ളത്. ആദ്യം ഡോക്ടർ പ്രഭാഷ്, ഈ ഘട്ടത്തിൽ പടിയിറങ്ങുകയാണ് UPA. അതിനുള്ള എല്ലാ കാര്യങ്ങളും ഡൽഹിയിൽ നടക്കുന്നു. അതേസമയം തന്നെ മന്ത്രിസഭാ രൂപീകരണത്തെക്കുറിച്ച് ശക്തമായി തന്നെ BJP ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു. ഈ സർവേകളെ എത്ര കണ്ട് അവർക്ക് സ്വന്തമായി കണക്കുകൾ ഉണ്ടാകും? അതിനപ്പുറത്ത് നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന സർവേകളെ എത്ര കണ്ട് വിശ്വസിച്ചാകും BJP NDA ഇതൊക്കെ ചെയ്യുന്നത്? കാരണം കൈപൊള്ളിയ ഒരുപാട് അനുഭവങ്ങൾ ചരിത്രത്തിൽ അവർക്ക് തന്നെ ഉണ്ട്. അല്ല, സ്വാഭാവികമായും ഈ എക്സിറ്റ് പോൾ അല്ലെങ്കിൽ പ്രീ പോൾ സർവേ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് തള്ളാനോ കംപ്ലീറ്റ് ആയിട്ട് കൊള്ളാനോ പറ്റാത്ത ഒരു ചരിത്രമാണ് ഇന്ത്യയിൽ പ്രത്യേകിച്ചും ഈ എക്സിറ്റ് പോളുകളുടെ കാര്യത്തിൽ അല്ലെങ്കിൽ ഇലക്ഷൻ സർവേയുടെ കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണമായിട്ട് 2004-ലെയും 2009-ലെയും സർവേകൾ എടുത്തു കഴിഞ്ഞാൽ അറിയാം. 2004-ലും 2009-ലും ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായിട്ടൊക്കെ വരുമെന്ന് പറഞ്ഞ BJPയുടെ സഖ്യത്തിന് അതിൻ്റെ നേരെ മറിച്ചാണ് സംഭവിച്ചത്. കോൺഗ്രസിന് UPAക്ക് ഭൂരിപക്ഷം കിട്ടുകയൊക്കെ ചെയ്ത ഒരു അനുഭവം നമ്മുടെ മുമ്പിലുണ്ട്. അതേസമയം കഴിഞ്ഞ കേരളത്തിലെ അസംബ്ലി തെരഞ്ഞെടുപ്പ് വളരെ കൃത്യമായി പ്രൊഡിക്റ്റ് ചെയ്തിട്ടുണ്ട്. 98-ലും 99-ലും ഇതേപോലെ തന്നെ ഈ എക്സിറ്റ് പോളുകൾ വളരെ കൃത്യമായിട്ട് തന്നെ ഈ പ്രൊഡിക്റ്റ് ചെയ്യുകയുണ്ടായി. അപ്പോൾ ഈ സർവേയുടെ ഫലങ്ങളുടെ ശരിതെറ്റുകൾ നിലകൊള്ളുന്നത് ഒരുപാട് ഘടകങ്ങളിലാണ്. അത് എടുത്ത സാമ്പിളുകളുടെ എണ്ണം, അവരെ ഉപയോഗിച്ച രീതിശാസ്ത്രം, അവരെത്രത്തോളം ഇൻഡിപെൻഡൻ്റ് ആണ് ഇത് ചെയ്തത് എന്നൊക്കെയുള്ള ഘടകങ്ങളെ ആശ്രയിച്ചാണ് ഈ എക്സിറ്റ് പോളുകളുടെ ശരിതെറ്റുകൾ വിലയിരുത്തേണ്ടത്. പക്ഷേ ഇവിടെ എനിക്ക് തോന്നുന്ന ഒരു വസ്തുത, നമ്മൾക്ക് ഈ സർവേകളിൽ നിന്നുള്ള ഇത്തവണത്തെ എല്ലാ സർവേകളിലും കൂടി നോക്കിയാൽ അല്ലെങ്കിൽ കൂട്ടി വായിച്ചാൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു വസ്തുത എന്ന് പറയുന്നത് UPAക്കാണ് NDAക്കാണ് അഡ്വാൻറ്റേജ്, അല്ലെങ്കിൽ BJP നയിക്കുന്ന NDAക്കാണ് അഡ്വാൻറ്റേജ്. NDA ആണ് ലീഡ് ചെയ്യാൻ പോകുന്നത്. ഇത് അവർ കേവല ഭൂരിപക്ഷത്തിന് വരുമോ, അല്ലെങ്കിൽ കേവല ഭൂരിപക്ഷം കടന്നുകൊണ്ട് അപ്പുറത്ത് പോകുമോ, അല്ലെങ്കിൽ കേവല ഭൂരിപക്ഷത്തിന് വളരെ കുറവായിരിക്കുമോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്കതിനകത്ത് പറയാൻ പറ്റത്തില്ല. പക്ഷേ ലീഡ്
തീർച്ചയായും ഡോക്ടർ പ്രഭാഷ്, ഇനി അത് കേവല ഭൂരിപക്ഷത്തിന് താഴെയാണ് നിൽക്കുന്നതെങ്കിൽ എന്ത് എന്നതുകൂടി നമ്മൾ ഈ ഘട്ടത്തിൽ ചർച്ച ചെയ്യുന്ന വിഷയമാണ്. അതിലേക്ക് വരും മുമ്പ് ഇതാണ് ശരിയെങ്കിൽ എന്ത് തരം ഒരു വിധിയെഴുത്ത് നടന്നു എന്ന് വേണം, ഈ ഒരു നമ്പറൊക്കെ തരുന്നുണ്ടെങ്കിൽ അത് നരേന്ദ്രമോദിക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ എന്ന് വേണം കരുതാൻ. അതിൽ തന്നെയും ഈ പറഞ്ഞ സംസ്ഥാനങ്ങൾക്ക് എല്ലാം ഒരു പൊതു സ്വഭാവത്തിൽ വോട്ട് ചെയ്യപ്പെട്ടു എന്ന് കരുതാവുന്ന ഒരു സാഹചര്യമുണ്ടോ? അല്ല, എനിക്ക് തോന്നുന്നത് ഇത് പിന്നെ ഈ വിധിയെഴുത്തുകൾ അല്ലെങ്കിൽ ഈ സർവേ ഫലങ്ങൾ വിശ്വസിക്കാമെങ്കിൽ തീർച്ചയായിട്ടും അത് UPAക്ക് എതിരായിട്ടുള്ള ഒരു വിധിയെഴുത്തായിട്ടാണ് ഞാൻ കാണുന്നത്. ഇപ്പോൾ NDAക്ക് അനുകൂലമായിട്ടുള്ള വിധിയെഴുത്തിനേക്കാൾ ഉപരിയായിട്ട് ആദ്യമായി ഞാൻ കാണുന്നത് UPAക്ക് എതിരായിട്ടുള്ള കഴിഞ്ഞ 5 വർഷത്തെ ഭരണത്തിനെതിരായിട്ടുള്ള വിധിയെഴുത്താണ്. പ്രത്യേകിച്ചും അഴിമതി അങ്ങനെയുള്ള കാര്യങ്ങൾക്കെതിരായിട്ടുള്ള ഒരു വിധിയെഴുത്താണ് വരുന്നത്. പിന്നെ അതിനകത്ത് ആ ഫാക്ടർ NDAക്ക് പരമാവധി പ്രയോജനപ്പെടുത്താൻ പറ്റി എന്ന് മാത്രമല്ല, NDAക്ക് ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് ഞാൻ കാണുന്ന ഒരു സംഗതി എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു ശക്തമായിട്ടുള്ള ലീഡർഷിപ്പിനെ പ്രൊജക്റ്റ് ചെയ്യാൻ സാധിച്ചു. പക്ഷേ അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് കോൺഗ്രസിൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു വളരെ ശക്തമായിട്ടുള്ള ഒരു ലീഡർഷിപ്പിനെ പ്രൊജക്റ്റ് ചെയ്യുവാനും കോൺഗ്രസ് പരാജയപ്പെട്ടു. അപ്പോൾ ഒരു അർത്ഥത്തിൽ പറയുകയാണെങ്കിൽ കോൺഗ്രസ് ഇന്ന് നേരിടുന്ന പല ക്രൈസിസിൽ എന്ന് പറയുന്നത് ഒരു ലീഡർഷിപ്പ് ക്രൈസിസാണ്. അപ്പോൾ അതും അവരുടെ ഗവൺമെൻറ്റിൻ്റെ പെർഫോമൻസും കൂടെ ഒരു ഭാഗത്തും, മറുഭാഗത്ത് NDAയെ സംബന്ധിച്ചിടത്തോളം ഈ അഡ്വാൻറ്റേജ് പരമാവധി പ്രയോജനപ്പെടുത്തുവാനും ഒരു സംഘടനാ സംവിധാനം ഉണ്ടായി. അത് നമ്മൾ ഒട്ടും അതിനെ കുറച്ച് കാണാൻ പാടില്ലാത്തൊരു സംഗതിയാണ്. RSSൻ്റെ സംഘടനാ സംവിധാനം അത് പരമാവധി പ്രയോജനപ്പെടുത്തുവാനും അങ്ങനെ കോൺഗ്രസിന് ഇല്ലായിരുന്ന അല്ലെങ്കിൽ കോൺഗ്രസ് നയിച്ച UPAക്ക് ഇല്ലായിരുന്ന ഒരു സംഘടന, ഒരു മികവ്, ഒരു സംഘാടക മികവ് ഒക്കെ തന്നെ NDAക്ക് ഉണ്ടായി. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ വെളിച്ചത്തിലാണ് ഈ സർവേ ഫലങ്ങൾ വിശ്വസിക്കാമെങ്കിൽ NDA വിജയിക്കുവാൻ പോകുന്നത്. ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ശ്രീ VV രാജേഷ്, BJPക്ക് NDAക്ക് കൃത്യമായി തന്നെ ചില കണക്കുകൾ ഉണ്ടാകുമല്ലോ. ആ കണക്കുകളോട് ചേർന്ന് നിൽക്കുന്നത് ഈ പുറത്തു വന്നവയിൽ ഏത് സർവേ ഫലമാണ്? ഒരുപക്ഷെ 249 എന്ന് ടൈംസ് നോ പറയുന്നതും 289 വരെ പറയുന്നതുമുണ്ട്. അതിനപ്പുറത്തും പ്രവചിക്കുന്നുണ്ട്. പക്ഷേ ആ കണക്കുകൾ ഈ ഒരു ചർച്ചയ്ക്ക് നമ്മൾ വിധേയമാക്കുന്നില്ല. ഒരു കണക്ക് ഇതിൽ ഏതാണ് BJPയുടെ സ്വന്തം കണക്കിനോട് ചേർന്ന് നിൽക്കുന്നത്? അയ്യപ്പദാസ്, ഈ സർവേ ഫലങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ ഞങ്ങളുടെ സംഘടനാ സംവിധാനം ഉപയോഗിച്ചിട്ട് എടുത്തൊരു കണക്കുണ്ട്. ആ കണക്കുകൾ ഇതിൽ വളരെ എന്തൂസിയാസ്റ്റിക് ആയിട്ടുള്ള ചില വിലയിരുത്തലുകളുണ്ട്. അതുമായിട്ട് ഞങ്ങളുടെ സംഘടനാപരമായിട്ട് ഞങ്ങളെടുത്ത കണക്കുകൾ യോജിക്കുന്നില്ല. ഞങ്ങളെടുത്ത കണക്കുകൾ ഏറെക്കുറെ ഇതുമായിട്ടൊക്കെ ഞാൻ ഏത് കണക്കിലേക്കാണ് എന്നുള്ള അത്രത്തോളം ആക്യുറേറ്റ് ആയിട്ട് എനിക്ക് വരാൻ സാധിക്കുകയില്ല. പക്ഷേ ഞങ്ങൾ എടുത്ത കണക്കുകൾ പ്രകാരം BJPക്കും NDAക്കും NDA സഖ്യത്തിന് BJPക്കും സഖ്യകക്ഷികൾക്കുമായിട്ട് ഭരണത്തിലെത്തുവാൻ ആവശ്യമായിട്ടുള്ള ഭൂരിപക്ഷം ലഭിക്കും എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് ഞങ്ങൾ എടുത്തിരിക്കുന്നത്. BJP അമിതമായിട്ട് സീറ്റുകൾ വാരിക്കൂട്ടും എന്നുള്ള തരത്തിലൊക്കെയുള്ള ഒരു അമിത ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്ന സർവേകളെ ഞങ്ങൾ അത്തരത്തിൽ ന്യായീകരിക്കുന്നില്ല. പക്ഷേ BJPയുടെ നേതൃത്വത്തിൽ ഭരണത്തിലെത്തിയേക്കും എന്നുള്ള ഒരു കണക്കിലാണ്. ഞാൻ നേരത്തെ പ്രഭാഷ് സാർ പറഞ്ഞതുപോലെ സർവേകൾ ശരിയായ അവസരങ്ങളുമുണ്ട്, 2004 പോലെ സർവേകൾ തിരിച്ചടിച്ച അവസരങ്ങളുമുണ്ട്. അതുകൊണ്ട് സർവേകളിൽ മാത്രം, തെരഞ്ഞെടുപ്പ് സർവേകളിൽ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു വിലയിരുത്തലിന് BJP തയ്യാറാകുന്നില്ല. ഈ സർവേകളൊക്കെ തന്നെ വരുന്നതിന് മുമ്പ് തന്നെ 2ഉം 3ഉം ഘട്ടം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങളുടെ വിലയിരുത്തൽ കഴിഞ്ഞിട്ട് ദേശീയ നേതൃത്വം ഏറെക്കുറെ ആത്മവിശ്വാസം പ്രകടിപ്പിച്ച് തന്നെയാണ് മുന്നോട്ട് പോയത്. ഇന്നലെ അവസാനഘട്ട തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴേക്കും ഞങ്ങൾക്ക് പുറത്തുനിന്നുള്ള സഖ്യകക്ഷികളുടെ പിന്തുണ ഇല്ലാതെ തന്നെ 272+ എത്തുവാനുള്ള സംഖ്യ കിട്ടും എന്നുള്ള ഉത്തമ ആത്മവിശ്വാസത്തിലാണ് ഇന്ത്യയിലെ ജനങ്ങൾ ഞങ്ങളെ അംഗീകരിക്കും എന്നുള്ള ശുഭപ്രതീക്ഷയിൽ തന്നെയാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഓക്കെ, ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ശ്രീ PM സുരേഷ് ബാബു, ഇന്നലെ തന്നെ വലിയ തോതിലൊന്നും കോൺഗ്രസ് നേതാക്കൾ പ്രതികരിച്ചില്ല. ഇന്ന് കോൺഗ്രസ് ഔദ്യോഗികമായ ഒരു നിലപാടെടുക്കുന്നുണ്ട്. ഇത് വെറും TV ഷോ ആണെന്ന്. ഈ പറഞ്ഞ കണക്കുകളെല്ലാം കോൺഗ്രസിനും അല്ലെങ്കിൽ UPAക്കും ഒക്കെ പൊതുവിൽ തരുന്നത് വളരെ ദയനീയമായ കണക്കുകളാണ്. ഒരു 77 വരെ എന്ന് പറഞ്ഞാൽ ചരിത്രത്തിൽ ഏറ്റവും മോശം സ്ഥിതിയിലേക്ക് കോൺഗ്രസ് വരാവുന്നത് പോലെ ആകാം. ഇതൊക്കെ കണക്കുകളാണ്. യാഥാർത്ഥ്യത്തിലേക്ക് ഇനിയും അല്പം കൂടി ദൂരമുണ്ട്. പക്ഷേ ഇതെങ്ങനെയാണ് വെറും TV ഷോ ആകുന്നത് ഈ കണക്കുകൾ? ഒരു 2 അക്കത്തിൽ നിൽക്കുന്ന ഒരു ടാലി കോൺഗ്രസിൻ്റെ മേൽ അടിച്ചേൽപ്പിക്കുന്നത് അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ മേൽ ചാർത്തുന്നത് തികച്ചും ഒരു യാഥാർത്ഥ്യബോധമില്ലാത്ത ഒരു സമീപനം തന്നെയാണ്. കാരണം എവിടെ വെച്ചാണ് ഇത് എന്നുള്ളത് നമ്മളൊന്ന് ആലോചിക്കേണ്ടുന്ന ഒരു വിഷയമുണ്ടല്ലോ. ഇപ്പോൾ ഒരു ചെറിയ ഒരു ഉദാഹരണം നിങ്ങളുടെയൊക്കെ ഒരു ശ്രദ്ധയ്ക്ക് ഞാൻ കൊണ്ടുവരികയാണ്. ആന്ധ്രാപ്രദേശ്, പഴയ അവിഭക്ത ആന്ധ്രാപ്രദേശ്, സീമാന്ദ്രയും തെലങ്കാനയുമായി വിഭജിക്കപ്പെട്ട ആന്ധ്രാപ്രദേശിൽ മിനിഞ്ഞാന്ന് നടന്ന അല്ലെങ്കിൽ 2 ദിവസം മുമ്പ് നടന്ന ഇന്നലെ വോട്ടെണ്ണിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പിൽ ഒരു സംസ്ഥാനത്തിൽ കോൺഗ്രസും മറ്റ് സംസ്ഥാനങ്ങളിൽ TDPയുമാണ് ജയിച്ചിരിക്കുന്നത്.
അവിടെയൊക്കെ കോൺഗ്രസിനെ തൂത്തെറിഞ്ഞതാണ്. കോൺഗ്രസിന് 0 സീറ്റാണ് എല്ലാ സർവേകളും, പ്രീപോൾ സർവേകളും ഇപ്പോഴത്തെ എക്സിറ്റ് പോളും ഒക്കെ പ്രവചിച്ചിരുന്നത്. അപ്പോൾ അത് യാഥാർത്ഥ്യവുമായി ബന്ധപ്പെടുന്ന രീതിയിലല്ല നിഗമനങ്ങൾ എത്തുന്നത് എന്നതിൻ്റെ ഒരു ചെറിയ ഒരു ഉദാഹരണം ഞാൻ ഇവിടെ കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അതാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ അടിസ്ഥാന ശില എന്ന് ഞാൻ സമർത്ഥിക്കുന്നില്ല. അങ്ങനെ എൻ്റെ പേരിൽ ഒരു ദുർവ്യാഖ്യാനം ഉണ്ടാവുകയും ചെയ്യരുത്. ഞാനൊരു കാര്യം വ്യക്തമായിട്ട് ഞാൻ പറയാം. ഇവിടെ യു പി ഉത്തർപ്രദേശാണ് ഏറ്റവും കൂടുതലായി BJP ആശ്രയിക്കുന്ന ഒരു സംസ്ഥാനം. എങ്ങനെ വന്നാൽ പോലും BJPയെ സംബന്ധിച്ചിടത്തോളം 30 സീറ്റുകളിൽ കൂടുതൽ UPയിൽ ഈ തവണ അവർക്ക് ലഭിക്കാൻ പോകുന്നില്ല. 57ഉം 50ഉം എന്നൊക്കെ പറയുന്ന പ്രൊജക്ഷൻസ് അതുകൊണ്ട് വെച്ച് തന്നെയാണ് പറയുന്നത് അതൊരു മീഡിയ ഹൈപ്പാണ് എന്ന ഒരു ആശയം കോൺഗ്രസിന് വെക്കേണ്ടി വരുന്നത്. കോൺഗ്രസിന് ഫീൽഡിൽ നിന്ന് കിട്ടിയ വിവരങ്ങൾ വെച്ചുകൊണ്ട്, കോൺഗ്രസിന് അതിൻ്റെ താഴെ ഘടകങ്ങളിൽ നിന്ന് കിട്ടിയ വിവരങ്ങൾ വെച്ചുകൊണ്ട് അതിൻ്റെതായ മെഷീനറികളുടെ കളക്ട് ചെയ്തപ്പോൾ UPയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഇലക്ഷൻ ക്യാമ്പയിനിങ്ങിന്റെ ആരംഭത്തിൽ ഞങ്ങൾ 20 സീറ്റാണ് അവർക്ക് പ്രതീക്ഷിച്ചിരുന്നത്. അത് ചിലപ്പോൾ കയറി വന്ന് അത് 30 സീറ്റ് വരെ എത്തിയേക്കാം എന്നുള്ളതാണ്. അവർക്ക് ഏറ്റവും കൂടുതൽ സീറ്റ് കിട്ടാൻ സാധ്യതയുള്ള ഒരു സംസ്ഥാനം. സുരേഷ് ബാബു ഉത്തർപ്രദേശിനെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് അവിടെ തന്നെ അപ്പോൾ എന്താണ് ഉത്തർപ്രദേശിൽ സംഭവിക്കാൻ പോകുന്നത്? ഈ 80 സീറ്റിലെന്നാണ് കോൺഗ്രസ് വിലയിരുത്തുന്നത്. കോൺഗ്രസിന് വലിയ പ്രതീക്ഷയുണ്ടെന്ന് പറഞ്ഞാൽ അതിനോട് പൊരുത്തപ്പെടുന്നില്ല ഒരു കണക്കും. ഏത് കണക്കെടുത്താലും അതിൽ 4-ാം സ്ഥാനത്ത് അല്ലെങ്കിൽ 3-ാം സ്ഥാനത്തോട് അടുത്തേ നിൽക്കുന്നുള്ളൂ. ഇതിന്റെ ഒരു ശരാശരി എടുത്താൽ പോലും. രണ്ടാമത് താങ്കൾ പറഞ്ഞ 30 എന്ന കണക്കിലേക്ക് ഒരു ഘട്ടത്തിൽ BJP തന്നെയും എത്തുമോ എന്ന രാഷ്ട്രീയ തലത്തിൽ അത്തരം ചർച്ചകൾ ഉണ്ടായിരുന്നു. പക്ഷെ അതിനുശേഷവും രാഷ്ട്രീയ സാഹചര്യം അവസാന 2 ഘട്ടത്തിലേക്ക് ഫലപ്രദമായി, അത് ശരിയാണോ എന്നല്ല, പക്ഷേ സീറ്റുകൾ കിട്ടുന്ന കാര്യത്തിൽ ഫലപ്രദമായി മാറ്റാൻ BJPക്ക് അവരുടെ സംവിധാനത്തിനും സാധിച്ചിട്ടുണ്ട്. എങ്കിൽ എല്ലാ കണക്കുകളിലും ശരാശരി 46 മുതൽ 54 വരെയൊക്കെ നിൽക്കുന്നുണ്ട്. ശരാശരിയാണ് നമ്മൾ 51 എന്ന് പറയുന്നത്. അതില്ലെന്ന് എന്തടിസ്ഥാനത്തിലാണ് പറയുന്നത്? ഞങ്ങളുടേതായ ഇലക്ഷൻസ് ഞങ്ങൾ ഈ 2004, 2009 തുടങ്ങിയ കാലങ്ങളിലെ സർവേകളെ കുറിച്ച് ഞങ്ങളുടെ മനസ്സിൽ വ്യക്തമായ ധാരണകളുണ്ട്. അവരിത് പറഞ്ഞതാണ്. അന്നൊക്കെ കോൺഗ്രസിനെ എഴുതി തള്ളിയതാ. UPയെ അന്ന് 2004 UP എന്ന് പറയുന്നത് ഫോം ചെയ്യപ്പെട്ടിട്ടില്ല, അല്ലെ ഉണ്ടാക്കപ്പെട്ടിട്ടില്ല. പക്ഷെ കോൺഗ്രസിനെ അന്ന് എഴുതി തള്ളിയതാണ്. പക്ഷേ രാജ്യത്തെ ജനങ്ങളും രാജ്യത്തെ മറ്റ് പ്രാദേശിക കക്ഷികളും ഒക്കെ കോൺഗ്രസിന്റെ അനിവാര്യത, BJPയെ മാറ്റി നിർത്തുന്നതിനുള്ള അനിവാര്യതയിലേക്ക് വന്നിട്ടാണ് UPA 1 വന്നത്. അതിന്റെ തുടർച്ച UPA 2 വന്നത്. ആ ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഉത്തർപ്രദേശിലെ കണക്കുകൾ കൂട്ടുന്നത്. ഉത്തർപ്രദേശിൽ 80 സീറ്റുകൾ ഇപ്പോഴുണ്ട്. ആ 80 സീറ്റുകളിലെ മത്സരത്തിൽ 51 സീറ്റുകളോ 57 സീറ്റുകളോ BJPക്ക് കിട്ടും എന്ന് പറയുന്നതിന്റെ അടിസ്ഥാനം വളരെ വളരെ യാഥാർത്ഥ്യവുമായി പൊരുത്തപ്പെടാത്തതാണ്. അവിടെ RJD ഉണ്ട്, അജയ് സിംഗിന്റെ പാർട്ടിയുണ്ട്, അവിടെ മുലായമിന്റെ പാർട്ടിയുണ്ട്, അവിടെ മായാവതിയുടെ പാർട്ടിയുണ്ട്, അവിടെ കോൺഗ്രസ് വ്യക്തമായ സാന്നിധ്യം ഉറപ്പിച്ചിട്ടുണ്ട്. ഇതൊക്കെ നിലനിൽക്കുമ്പോൾ BJP തനിച്ച് അവിടെയൊക്കെ വരും. ഉത്തർപ്രദേശിൽ മാത്രമായി നിൽക്കാനല്ല, പക്ഷേ 80 സീറ്റുള്ള ഉത്തർപ്രദേശിൽ കിട്ടുന്ന സീറ്റാണ് BJPക്കും വ്യക്തമായ ഒരു ആധിപത്യം ഉണ്ടെങ്കിൽ അത് നൽകുക എന്നതുകൊണ്ട് ചോദിക്കുകയാണ്. ഇപ്പോൾ ഉത്തർപ്രദേശിനെ കുറിച്ച് പറഞ്ഞാൽ കൃത്യമായി അവിടെ ഒരു ധ്രുവീകരണം നടന്നിട്ടുണ്ട്. അത് പടിഞ്ഞാറൻ ഉത്തർപ്രദേശിൽ സംഭവിക്കുന്നത് ഒരു കലാപത്തിന്റെ പേരിലാണെങ്കിൽ കിഴക്കൻ ഉത്തർപ്രദേശിൽ വേറൊരു തലത്തിൽ അത് കൊണ്ടുവന്നിട്ടുണ്ട്. അവിടെ 18ഉം 17ഉം സീറ്റുകൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്ന നിർണായക ഘട്ടത്തിലാണ് ഒരു ജാതി കാർഡ് ഇറങ്ങുന്നത്. ഇതിനൊക്കെ പുറമെ കോൺഗ്രസിന് അത്രയ്ക്കൊന്നും അഭിമാനിക്കാൻ ഇടമില്ലാത്തൊരു സ്ഥലമാണ് ഉത്തർപ്രദേശ്. ഈ കോൺഗ്രസിനെതിരായ വികാരം വലിയ തോതിൽ നിൽക്കുന്നുണ്ട്. ഇതെല്ലാം നിന്ന് വളരെ വലിയ തോതിൽ പോളറൈസ് ചെയ്യപ്പെട്ട ഒരു സമൂഹത്തെക്കുറിച്ചാണ് ഈ വിലയിരുത്തൽ നടത്തുന്നത്. അതിൽ നിന്ന് കിട്ടുന്ന വോട്ട് ശരിയാണോ എന്ന നൈതികമായ പ്രശ്നം മാറ്റി നിർത്താം. പക്ഷേ ഇപ്പോൾ ഈ സാഹചര്യങ്ങളെല്ലാം അനുകൂലമാകുന്നത് ഇതിനൊരു പക്ഷേ ഇങ്ങനൊരു വിലയിരുത്തൽ ഉണ്ടാകേക്കാം എന്നൊരു വിലയിരുത്തൽ നടത്താൻ ഇത്തരം കണക്കുകൾ പോലും നമുക്ക് ആവശ്യമുണ്ടോ? ഞാൻ അതിനകത്ത് ഒരു കാര്യം ഞാൻ അങ്ങനെ സൂചിപ്പിക്കട്ടെ. 2004 കോൺഗ്രസിന് ഉത്തർപ്രദേശിൽ കിട്ടിയത് 4 സീറ്റാണ്. 2004 അന്ന് കോൺഗ്രസിന് എല്ലാവരും എഴുതി തള്ളിയതാണ്. വെറും 4 സീറ്റാണ് കോൺഗ്രസിന് കിട്ടിയത്. 2009 തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ കോൺഗ്രസ് 4 സീറ്റിൽ നിന്നും താഴേക്ക് പോകുമെന്ന പ്രൊഡിക്ഷൻസ് ഉണ്ടായി. കോൺഗ്രസിന് ഒന്നും കിട്ടുകയില്ല എന്ന പ്രവചനങ്ങൾ എല്ലാ എക്സിറ്റ് പോൾസും എല്ലാ മാധ്യമങ്ങളും വെച്ചു. പക്ഷേ 2009 അവിടെ 23 സീറ്റ് നേടി കോൺഗ്രസ് മുന്നിൽ വന്നത് നമുക്കൊക്കെ മറക്കാൻ കഴിയുമോ? അത്ര പെട്ടെന്ന് അതിനെ മറക്കേണ്ടുന്ന ഒരു സാഹചര്യമുണ്ടോ? 2004 4 സീറ്റ് നേടിയ കോൺഗ്രസ്. ഇതാണ് എന്തുകൊണ്ടാണ് ഇത് വെറും TV ഷോ ആകുന്നത് എന്നതിന്
പറഞ്ഞു നിൽക്കാൻ പറ്റിയ ചില കണക്കുകളെങ്കിലും ഉണ്ട്. 2004-ലും 2009-ലും സംഭവിച്ചിട്ടുണ്ട്. ഉത്തർപ്രദേശിൽ മറ്റ് പ്ലെയേഴ്സ് ഉണ്ട്, വലിയ പ്ലെയേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ പറഞ്ഞ 50 നടക്കാൻ പോകുന്നില്ല, 50 മേലുള്ള ചർച്ചകളൊന്നും നടക്കാൻ പോകുന്നില്ല. 30-ലാണ് പരമാവധി BJP എത്തി നിൽക്കാവുന്നത് എന്ന് പറഞ്ഞാൽ ഒരു 20 സീറ്റെങ്കിലും ശരാശരി കണക്കിൽ പോലും കുറയുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ 272, ഇപ്പോൾ നമ്മളെടുത്ത കണക്കിൽ പോലും ഒരു ശരാശരി 273 ഉള്ളൂ, അതിൻ്റെ അപ്പുറത്തേക്കില്ല. അപ്പോൾ ഈ പറയുന്ന മുൻകാല അനുഭവങ്ങളും ഒക്കെ പരിഗണിച്ച് നോക്കിയാൽ ഈ കണക്കുകൾ താഴേക്ക് പോകും. ദാസ്, ഉത്തർപ്രദേശിൽ 57 50 സീറ്റ് കിട്ടിയില്ലെങ്കിൽ പോലും ഞങ്ങൾ സംഘടനാപരമായിട്ട് എടുത്ത, ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ സർവേകളുടെ അടിസ്ഥാനത്തിലല്ല സംസാരിക്കുന്നത്, സർവേകളെ തള്ളിക്കളയുകയില്ല. ഞങ്ങൾ സംഘടനാതലത്തിലെടുത്ത കണക്കുകൾ വെച്ചിട്ട് ഉത്തർപ്രദേശിൽ 50 സീറ്റിന് താഴെയാണെങ്കിൽ പോലും BJPക്ക് 272 മറികടക്കാൻ വേണ്ടി ഞങ്ങളുടെ സഖ്യത്തിന് സാധിക്കും എന്നുള്ള പൂർണ്ണ ആത്മവിശ്വാസമുണ്ട്. ഇപ്പോൾ ബഹുമാനപ്പെട്ട സുരേഷ് ബാബു സാറ് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്, എനിക്കതിൽ ചില വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. കാരണം ഉത്തർപ്രദേശിലെ എന്ന് മാത്രമല്ല, ഇന്ത്യയിലെ ഉത്തർപ്രദേശിൽ മേജർ പ്ലേയേഴ്സ് വേറെ ഉണ്ട്, സമ്മതിക്കുന്നു. മുലായം സിംഗ് യാദവ് ഉണ്ട്, മായാവതി ഉണ്ട്, അവരുടെ ഒന്നും തന്നെ ശക്തിയെ കുറച്ച് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഉത്തർപ്രദേശിലെ ഗ്രാമപ്രദേശത്തുള്ള ജനങ്ങൾ മറ്റുള്ള സംസ്ഥാനങ്ങളിലെ സാധാരണക്കാരായ ജനങ്ങൾക്കൊക്കെ തന്നെ ഉത്തമ ബോധ്യമുണ്ട് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഡൽഹിയിലേക്കാണ്. കഴിഞ്ഞ 10 വർഷമായിട്ടുള്ള വിലക്കയറ്റം, വില കുതിച്ചുയർന്ന സമയത്ത് ഇപ്പോൾ സുരേഷ് ബാബു സാറിനെ പോലുള്ളവരൊക്കെ സംസാരിക്കുന്ന വിനയത്തിന്റെ ഭാഷയിൽ സംസാരിക്കുവാൻ പോലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഭരണത്തിന് നേതൃത്വം നൽകിയിരുന്ന നേതാക്കന്മാർ തയ്യാറായില്ല. ഞങ്ങളുടെ കയ്യിൽ മാന്ത്രിക വടിയില്ല, ഞാനൊരു മെജിഷ്യൻ ഇല്ല, പണം കായ്ക്കുന്ന മരമില്ല എന്ന് വിശക്കുന്ന വയറുകളെ നോക്കി ആക്രോശിച്ച ഒരു നേതൃത്വമായിരുന്നു. അപ്പോൾ ഇതുപോലുള്ള സുരേഷ് ബാബു സാറിനെ പോലുള്ള നേതാക്കന്മാരുടെ വിനയത്തിന്റെ ഭാഷയൊന്നും അന്നില്ലായിരുന്നു. ഇത് തിരിച്ചറിഞ്ഞ ജനങ്ങൾ മായാവതിക്കോ മുലായം സിംഗിനോ വോട്ട് ചെയ്തു കഴിഞ്ഞാൽ ഡൽഹിയിൽ അവർക്കൊരു തിരുത്തൽ ശക്തിയാവാൻ സാധിക്കുകയില്ലെന്ന് മാത്രമല്ല, ഒരു സ്പോയിലറുടെ റോള് നിർവഹിക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. വീണ്ടും സുസ്ഥിരമല്ലാത്ത ഒരു സർക്കാരിലേക്കായിരിക്കും കാര്യങ്ങൾ പോകുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇപ്പോൾ വിധി എഴുതിയിരിക്കുന്നത്. മറ്റൊന്നുകൂടി ഞാൻ പറയാം, ഒരിക്കലല്ലെങ്കിൽ മറ്റൊരിക്കൽ BJP ഇന്ത്യയിൽ വിജയിച്ച 299 സീറ്റുകളുണ്ട്. ഞങ്ങളുടെ തെരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനം തുടങ്ങിയപ്പോൾ തന്നെ ഞങ്ങൾ ആ കണക്കെടുത്തിരുന്നു. 5000 മുതൽ 20,000 വോട്ടിന് വരെ ഞങ്ങൾ പരാജയപ്പെട്ട 50 സീറ്റുകളുണ്ട്. അങ്ങനെ 349 സീറ്റുകൾ ഞങ്ങൾ തിരഞ്ഞെടുത്തു. ഇപ്പോൾ ഉദാഹരണത്തിന് നാഗർകോവിൽ സീറ്റ് ഞങ്ങൾ ഒരിക്കൽ ജയിച്ച സീറ്റാണ് നാഗർകോവിൽ സീറ്റ്. അതുപോലുള്ള ഒരിക്കലെങ്കിലും താമരയടാളത്തിൽ വിജയിച്ച സീറ്റുകളുണ്ട് 299, മറ്റുള്ള 50 സീറ്റ്. അങ്ങനെ ഒരു 380 സീറ്റുകൾ ഞങ്ങൾ പ്രത്യേകം സെലക്ട് ചെയ്താണ് ഞങ്ങളുടെ പ്രവർത്തനം ഞങ്ങൾ അവിടെ കൂടുതലായിട്ട് ശക്തിപ്പെടുത്തിയത്. ഒപ്പം തന്നെ മറ്റുള്ള പല സംസ്ഥാനങ്ങളിൽ മറ്റുള്ള സീറ്റുകളിൽ ഞങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ഈ ഒരു വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾക്ക് ഒരു 50 സീറ്റ് 55 സീറ്റ് വരെ ഉത്തർപ്രദേശിൽ ലഭിക്കാമെന്ന് നിങ്ങൾ കണക്കൂട്ടിയത്. അവസാന ഘട്ടത്തിലെത്തി നിൽക്കുമ്പോൾ ഏറ്റവും കുറച്ച് കൂട്ടിയാൽ തന്നെ ഒരു 45 സീറ്റ് എന്തായാലും UP-യിൽ ഞങ്ങൾക്ക് ലഭിച്ചേക്കും. ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ഉത്തർപ്രദേശിനെ കുറിച്ചൊന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണെങ്കിൽ, ഈ പറഞ്ഞ 50 സീറ്റ് അല്ലെങ്കിൽ 50+ എന്നതിൽ നിന്ന് ഒരു 20 താഴേക്ക് വന്നാൽ അവരുടെ ഈ ശ്രമങ്ങളെല്ലാം അത് നിഷ്ഫലമാക്കും. പ്രത്യേകിച്ച് മറ്റുള്ളവരുടെ സഹായം തേടേണ്ടി വരും. ആരൊക്കെയാണ് അങ്ങനെ ഒരു സന്ദിഗ്ധ ഘട്ടത്തിൽ അവരെ സഹായിക്കുക എന്നതിലേക്ക് നമുക്ക് വരാം. പക്ഷേ ഉത്തർപ്രദേശിൽ എന്ത് തരം, ഇപ്പോൾ 50-നെയൊക്കെ വിശ്വസിക്കാമെങ്കിൽ എന്തവിടെ വർക്ക് ചെയ്തിരിക്കുമെന്ന് വേണം കരുതാൻ? ഈ സർവേ ഫലങ്ങൾ വിശ്വസിക്കാമെങ്കിൽ, ഞാൻ വീണ്ടും അടിവരയിട്ട് പറയുന്ന ഒരു സംഗതിയാണ്, ഈ പറയുന്ന എക്സിറ്റ് പോളുകൾ വിശ്വസിക്കാമെങ്കിൽ 55 സീറ്റ് അല്ലെങ്കിൽ 50 മുകളിലേക്ക് സീറ്റ് കിട്ടുന്നു എന്ന് പറയുമ്പോഴത്തേക്കും BJP-യുടെ 98-ലെ 91, 96, 98 ആ 3 സമയത്തും ഏറ്റവും നല്ല ഒരു ടാലി ഉണ്ടായതാണ്. പ്രത്യേകിച്ചും 98-ലെ ടാലിയിലേക്ക് വരികയാണ്. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ അതിനർത്ഥം BJP-യുടെ സ്ട്രാറ്റജി ഉത്തർപ്രദേശിനെയും അല്ലെങ്കിൽ പൊതുവെ നോർത്ത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം BJP എടുത്ത ഒരു സ്ട്രാറ്റജി വിജയിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. BJP അവിടെ എടുത്ത ഒരു സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ഒരു മാസ്റ്റർ ക്ലീവേജ് കൊണ്ടുവരിക. ഇപ്പോൾ ഹിന്ദുസ് വേഴ്സസ് ദി റെസ്റ്റ് അല്ലെങ്കിൽ ഹിന്ദുസ് വേഴ്സസ് ദി മുസ്ലിം എന്ന് പറയുന്ന ഒരു മാസ്റ്റർ ക്ലീവേജ് കൊണ്ടുവരികയും ഹിന്ദു സമൂഹത്തെ ഒരുമിച്ച് നിർത്തുകയും ചെയ്യുക. അതിന് അവർ ചില ജാതി സമവാക്യങ്ങളെ ഒരുമിപ്പിക്കാൻ ശ്രമിച്ചു. ഒരു 1-2 ഉദാഹരണം പറയുകയാണെങ്കിൽ, ഈ ജാദവ് ഷെഡ്യൂൾ കാസ്റ്റ് ദളിത് വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇതാണ്. മായാവതിയുടെ ജാതിയാണ് യാദവ് അല്ല ജാദവ്. അപ്പം നോൺ ജാദവായിട്ടുള്ള ദളിതരെ, അതുപോലെ തന്നെ നോൺ യാദവരായിട്ടുള്ള OBC വിഭാഗത്തെ, മുന്നോക്ക സമുദായത്തെ, ഈ 3 വിഭാഗത്തെയും ഒരുമിപ്പിച്ച് കൊണ്ടുവരുവാനും അത് BJP-ക്ക് അനുകൂലമാക്കുവാനുമുള്ള ഒരു മാസ്റ്റർ സ്ട്രാറ്റജിയാണ് BJP ഉത്തർപ്രദേശിലും. അതുപോലെ തന്നെ ബീഹാറിൽ വരുമ്പോൾ അത് ചെറിയ വ്യത്യാസം വരും എന്നുള്ളത് ബീഹാറിലും അവർ ഉപയോഗിക്കുവാൻ ശ്രമിച്ചത്. അതിൻ്റെ മറുഭാഗത്ത് മുസ്ലിം വോട്ടുകൾ ഭിന്നിച്ചു എന്ന് നമ്മൾ കരുതേണ്ടി വരും. കുറച്ച് സമാജ്വാദിക്ക് പാർട്ടിക്ക് ഒരു ഗണ്യമായ വിഭാഗം സമാജ്വാദിക്ക് പാർട്ടിക്ക് പോയെങ്കിൽ ഒരു ചെറിയ വിഭാഗം
BSPക്കും കോൺഗ്രസിനും പോയി. അപ്പോൾ ഒരു ഭാഗത്ത് ഹിന്ദു പോളറൈസേഷൻ ഉണ്ടാകുകയും മറുഭാഗത്ത് ഈ മുസ്ലിം അല്ലെങ്കിൽ മൈനോറിറ്റി വോട്ട്സ് ഡിവൈഡ് ചെയ്ത് പോവുകയും ദളിതർ ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ യാദവർ ഒഴികെയുള്ള ദളിതരുടെ ആനുകൂല്യവും BJPക്ക് കിട്ടി. അങ്ങനെ ഒരു മാസ്റ്റർ ക്ലീവേജ് കൊണ്ടുവരികയും ഒരുപക്ഷെ മുസാഫർ നഗറിലെ കലാപം, അതുപോലെ തന്നെ ഇവിടെ കഴിഞ്ഞ ശനിയാഴ്ച നടന്ന മീററ്റിലെ കലാപം ഒരു BJPക്ക് ഹിന്ദു ഒരു പോളറൈസേഷൻ കൊണ്ടുവരുന്നതിൽ സഹായിച്ചിരിക്കാം. അപ്പോൾ അങ്ങനെ ഒരു പോളറൈസേഷൻ കൊണ്ടുവരുന്നില്ല. ഈവൻ ജാട്ട് വോട്ട് പോലും അജിത് സിംഗിന് മുഴുവനായി അതിൻ്റെ പ്രയോജനം അജിത് സിംഗിനോ അല്ലെങ്കിൽ കോൺഗ്രസിനോ കിട്ടിയോ എന്നുള്ള രീതിയിൽ പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു, ഈ പറഞ്ഞ കണക്കുകൾ ശരിയാണെങ്കിൽ. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ട്രാറ്റജി. പിന്നെ അതിനകത്ത് തീർച്ചയായിട്ടും നമ്മൾ എടുക്കേണ്ട ഒരു സംഗതി, നരേന്ദ്രമോദി വാരണാസിയിൽ മത്സരിക്കുവാൻ തീരുമാനിച്ചത് ഏതാണ്ട് ഒരു 40 കിലോമീറ്റർ റേഡിയസിൽ വരുന്ന ബീഹാറും UPയും ഉൾപ്പെടെയുള്ള 40 കിലോമീറ്റർ റേഡിയസിൽ വരുന്ന ഒരു ഇമ്പാക്റ്റ് തീർച്ചയായും അത് അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ചേരുന്ന ഒരു വിജയമാണ്. പിന്നെ ഒരു കാര്യം കൂടി പറയണമെന്നുണ്ട്, പ്രത്യേകിച്ചും ഉത്തർപ്രദേശിന്റെ കാര്യത്തിൽ. പറയാം, പൂർത്തിയായിക്കോളൂ. ഉത്തർപ്രദേശിന്റെ കാര്യത്തിൽ അമിത്ഷായുടെ പിന്നെ ഒരു സംഘടനാ പാടവം തീർച്ചയായിട്ടും ബീഹാറിൽ നിന്ന് അദ്ദേഹത്തിനെ അവിടെ കൊണ്ടുവന്നത് തന്നെ ചില സ്ട്രാറ്റജി കണക്കുകൂട്ടിക്കൊണ്ടാണ്, ചില കണക്കുകൂട്ടലുകളുടെ അടിസ്ഥാനത്തിലാണ് മോദി കൊണ്ടുവന്നത്. അമിത്ഷായുടെ ഉത്തർപ്രദേശിലെ ഒരു കാര്യം അമിത്ഷായുടെ കാര്യത്തിൽ പറയേണ്ടത്, അദ്ദേഹം ഒരു ഭയങ്കര സംഘാടകനാണ്. ആ സംഘാടക പാടവവും അവർക്ക് അനുകൂലമായി ഉത്തർപ്രദേശിൽ ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. എന്തായാലും അത്തരത്തിലുള്ള സംഘാടക പാടവം കൂടി വിജയിച്ചിട്ടുണ്ടോ എന്ന് അറിയേണ്ടത് 16-നാണ്. ഇപ്പോഴും നമ്മൾ ചർച്ച ചെയ്തത് 272 എന്നത് ക്രോസ് ചെയ്യാൻ ബുദ്ധിമുട്ടില്ല BJPക്ക് എന്ന കണക്കുകൾ വെച്ചാണ്. പക്ഷേ അതല്ല സംഭവിക്കുന്നതെങ്കിൽ, ടൈംസ് നൗ പറയുന്ന പോലെ 249 അതിനടുത്താണ് നിൽക്കുന്നതെങ്കിൽ ആരാണ് BJPയുടെ NDAയുടെ സഹായത്തിന് എത്തുക എന്ന് പരിശോധിക്കാം ഇടവേളയ്ക്ക് ശേഷം. തിരികെ സ്വാഗതം. ശ്രീ VV രാജേഷ്, ഇപ്പോൾ ഞാൻ ഇടവേളയ്ക്ക് മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഒരർത്ഥത്തിൽ ഇത് 272 ക്രോസ് ചെയ്യാൻ NDAക്ക് സാധിക്കുന്നില്ലെങ്കിൽ, കാരണം ചില അനുഭവങ്ങൾ അത്തരം ചില സാധ്യതകളെ കൂടി ചില ചോദ്യങ്ങൾ നമ്മളെ കൊണ്ട് ചോദിപ്പിക്കുന്നുണ്ടല്ലോ, അങ്ങനെയാണ് സംഭവിക്കുന്നതെങ്കിൽ ഒരു ഘട്ടത്തിൽ, അതായത് കഴിഞ്ഞ സെപ്റ്റംബർ മുതലുള്ള പല ചാനലുകളുടെയും സർവേയിൽ വലിയ തോതിൽ ഉയർന്നു വരുന്ന NDAയാണ് കണ്ടത്. ഒരു 170 തൊട്ട് ഇപ്പോൾ 230 വരെയൊക്കെ എത്തി നിന്നിരുന്നു. അതിൽ നിന്ന് ഒരു പക്ഷേ അവിടെയായിരിക്കും വന്ന് നിൽക്കുക, അവിടെ നിന്നൊരു 40 സീറ്റിൻ്റെ കുറവുണ്ടായേക്കാം എന്ന വിലയിരുത്തലൊക്കെ ഒരു ഘട്ടത്തിൽ, താങ്കൾ അതിനോട് യോജിക്കില്ലായിരിക്കും, പക്ഷേ അങ്ങനെയും ചില വിലയിരുത്തൽ നടന്നിട്ടുണ്ടല്ലോ. ഇപ്പോൾ 249 ടൈംസ് നൗ പറയുന്ന കണക്ക്. ഏറെക്കുറെ അതിനടുത്താണ് നിൽക്കുന്നതെങ്കിൽ ഏത് തലത്തിൽ നിന്നാണ് 272 ഉണ്ടാവുക എന്നാണ് താങ്കൾ പറയുക? ദാസ്, സഖ്യകക്ഷികളെ കുറിച്ച്, പാർട്ടി സഖ്യങ്ങൾ തേടുന്നതിനെക്കുറിച്ച് ഔദ്യോഗികമായിട്ട് പാർട്ടി നിലപാടുകളൊന്നും എടുത്തിട്ടില്ല സാഹചര്യത്തിൽ എനിക്ക് ആ പരിമിതിക്കകത്തൊന്നുകൊണ്ട് സംസാരിക്കാൻ സാധിക്കുള്ളൂ. പക്ഷേ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് അടുക്കുന്ന സമയത്ത് ഞങ്ങളുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി നരേന്ദ്രമോദിജി തന്നെ പറഞ്ഞിരുന്നു, ഭരിക്കുവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഗവൺമെൻറ് രൂപീകരിക്കുവാൻ വേണ്ടിയിട്ട് സഖ്യകക്ഷികളെ തേടാൻ BJP തയ്യാറാണോ എന്നുള്ള നിലയ്ക്കുള്ള പല പ്രസ്താവനകളും വന്നിരുന്നു. അതിനെ അനുകൂലിച്ചും എതിർത്തുമൊക്കെയുള്ള വർത്തമാനങ്ങളുണ്ടായിരുന്നു. ഞാൻ മറ്റൊരു കാര്യം പറയാം. BJPക്ക് ഞങ്ങളുടെ സഖ്യകക്ഷികൾ ഉൾപ്പെടെയുള്ളവർക്ക് 272 ലഭിച്ചാൽ പോലും പരമാവധി സഹകരിക്കാൻ സാധ്യതയുള്ള കക്ഷികളെ ഉൾപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് ഒരു തുറന്ന മനസ്സോടെയുള്ള ഒരു സമീപനമായിരിക്കും BJP സ്വീകരിക്കാൻ പോകുന്നത് എന്നാണ് പാർട്ടിയുടെ ഒരു പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് മനസ്സിലാവുന്നത്. അത് വ്യക്തമാണ്. കാരണം ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അത്തരം ചർച്ചകൾ നടക്കുന്നുണ്ട്. കാരണം TRSുമായി അല്ലെങ്കിൽ YSR കോൺഗ്രസ് ഏത് തരത്തിൽ വരുന്നു എന്നത് ഉൾപ്പെടെയുള്ള ചർച്ചകളിലേക്ക് കടക്കുന്നുണ്ടെന്ന് വ്യക്തമാണ്. കാരണം ഒരു സ്റ്റേബിൾ ഗവൺമെന്റ് എന്നതാണ് ചർച്ചയിലൊക്കെ നിൽക്കുന്നത് എന്നുകൊണ്ട് തന്നെ പല നിയമനിർമ്മാണങ്ങൾക്കും കുറെ കൂടെ നമ്പറുള്ള ഒരു സർക്കാരിനാണ് BJP ശ്രമിക്കുന്നതെന്ന് വ്യക്തമാണ്. ഞാൻ ചോദിക്കുന്നത്, ഒരു 240 ഒക്കെ ആണെങ്കിൽ എവിടെയാണ് ഇപ്പോൾ നരേന്ദ്രമോദി തന്നെ ഒരു ഘട്ടത്തിൽ ഈ 6ഉം 7ഉം ഘട്ടമൊക്കെ കഴിഞ്ഞപ്പോൾ അത് വ്യക്തമായി ഈ വാതിൽ തുറന്നു കിടക്കുകയാണ്, പക്ഷേ വാതിൽ അടച്ചോളൂ എന്ന് വളരെ പെട്ടെന്ന് ബംഗാളിൽ നിന്ന് സ്വരം വരുന്നത് കേട്ടു. പല കാരണങ്ങൾ കൊണ്ട് ഉത്തർപ്രദേശിലെ മായാവതിക്ക് യോജിക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ട് എന്ന് വ്യക്തമാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ 230 ഒക്കെ എത്തി നിൽക്കുകയും BJPക്ക് 272 തൊടാൻ പറ്റാതെയും ഈ 16-ാം തീയതി വന്നുകൂടായിക എന്നുണ്ടോ? അല്ല ദാസ്, ഇപ്പോൾ ഞാൻ മായാവതിയുടെയോ അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട മമതാ ബാനർജിയുടെയോ ജയലളിതയുടെയോ ആരുടെയും ശക്തി ഞങ്ങൾ കുറച്ച് കാണുന്നില്ല. പക്ഷേ അവരല്ലാതെയും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സഖ്യകക്ഷികൾ ഉണ്ടല്ലോ. മാത്രവുമല്ല, ഞങ്ങൾ പല ചർച്ചകളിലും പറഞ്ഞിട്ടുള്ളതാണ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒഴികെ ഇന്ന് ഇന്ത്യയിൽ നിലനിൽക്കുന്ന എല്ലാ പാർട്ടികളും ഇൻക്ലൂഡിംഗ് CPM ഒരു ഘട്ടത്തിൽ അല്ലെങ്കിൽ മറ്റൊരു ഘട്ടത്തിൽ ഏതെങ്കിലും തരത്തിൽ ഞങ്ങളുടെ ഗവൺമെന്റിൽ പങ്കാളിയാവുകയോ ഞങ്ങളുടെ സഖ്യത്തിൽ വരികയോ ചെയ്തിട്ടുള്ള പ്രസ്ഥാനങ്ങളാണ്. അത് ചരിത്രത്തിൽ യാഥാർത്ഥ്യമാണ്. മാത്രവുമല്ല,
BJPയെ സംബന്ധിച്ചിടത്തോളം സഹകരിക്കുവാൻ വേണ്ടി രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടിയിട്ട് സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഗവൺമെൻറ് ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ട് സഹകരിക്കാൻ സാധ്യതയുള്ള ആരുമായിട്ട് ഈവൻ നാഷണൽ കോൺഫറൻസുമായിട്ട് ഞങ്ങൾ സഹകരിച്ചു. ദാസിൻ്റെ ശ്രദ്ധയിൽപ്പെട്ട് കാണും, അർണബ് ഗോസ്വാമിയുമായിട്ട് കഴിഞ്ഞ ദിവസം മോദിജി നടത്തിയ ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞു, കോൺഗ്രസ് പുരോഗമനത്തിന് വേണ്ടിയിട്ട് സഹകരിക്കുവാൻ ഏതെങ്കിലുമൊക്കെ മേഖലകൾ തയ്യാറാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അതിനനുസരിച്ചുള്ള ചർച്ചകൾക്ക് പോലും ഞങ്ങൾ തയ്യാറാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ജഗൻമോഹൻ കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് പറഞ്ഞു, ഗവൺമെന്റ് രൂപീകരിക്കുവാൻ വേണ്ടിയിട്ട് ആരുമായിട്ട് ഞങ്ങൾ സഹകരിക്കുവാൻ വേണ്ടിയിട്ട് തയ്യാറാണ്. BJPയുമായിട്ടോ കോൺഗ്രസ്സായിട്ടൊന്നും അദ്ദേഹം പറഞ്ഞില്ല. പക്ഷേ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, BJPയുമായിട്ട് സഹകരിക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് ജഗൻ റെഡ്ഡി പറഞ്ഞിട്ടില്ല. അതോടൊപ്പം തന്നെ ശ്രീ നവീൻ പട്നായിക് വർഷങ്ങളോളം ഞങ്ങളുമായിട്ട് സഹകരിച്ചിരുന്ന ഒരു സഖ്യകക്ഷിയാണ്. അങ്ങനെയുള്ള എല്ലാ സാധ്യതകളും ഒരു പക്ഷേ സാധ്യതകളൊക്കെ തുറന്നു കിടക്കുകയാണ്. ശ്രീ PM സുരേഷ് ബാബു, ഇവിടെ താങ്കൾ പറഞ്ഞതൊരു വാദത്തിന് വേണ്ടി ഇനിയും 3 ദിവസം കൂടി ഉണ്ട് യാഥാർത്ഥ്യത്തിലേക്ക് എന്നിരിക്കെ BJP ഒരു വലിയ ഒറ്റക്കക്ഷിയായി അല്ലെങ്കിൽ ഇങ്ങനൊരു സ്വാധീനം ചെലുത്താവുന്ന സാഹചര്യത്തിലേക്ക് വരുന്നില്ല എന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ പകരം എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഇതിൽ ഒരു കണക്കും ഒരു ശരാശരി എടുത്താൽ പോലും ഒരു 140ന്റെ അടുത്തേക്ക് പോലും കോൺഗ്രസിനെ കൊണ്ടുപോകുന്നില്ല എന്നത് എന്ത് റോളാണ് കോൺഗ്രസിന് ഉണ്ടാക്കാൻ പോകുന്നത്? അവരൊരു സർക്കാർ ഉണ്ടാക്കാൻ പോകുന്നു എന്നതോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും പിന്തുണച്ച് BJPയെ അകറ്റി നിർത്താം എന്നതിൽ പോലും? ആദ്യത്തെ ഒരു നിഗമനത്തിനോട് ഞാൻ യോജിക്കുന്നില്ല. ഞങ്ങളുടെ ഒറ്റയ്ക്കുള്ള ഒരു സക്സസ്ഫുൾ ടാലി എന്ന് പറയുന്നത് 176 ഞാനത് നേരത്തെ മുതലേ പറഞ്ഞുകൊണ്ടിരുന്നതാണ്. എല്ലാ ചാനൽ ചർച്ചകളിലും ഞാനത് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിന് അടിസ്ഥാനമുണ്ട്. പക്ഷേ അതിൻ്റെ സ്റ്റേറ്റ് വൈസ് ബ്രേക്കപ്പ് ദയവ് ചെയ്ത് എന്നോട് ചോദിക്കരുത്, ഞാനതിപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നുമില്ല. രണ്ടാമത്തെ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഞങ്ങൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കംഫർട്ടബിൾ മെജോറിറ്റി ഇല്ലാത്ത പക്ഷം ഗവൺമെൻറ് രൂപീകരിക്കുന്നതിനെ കുറിച്ച് ഇപ്പോൾ ആലോചിക്കുന്നില്ല എന്നാണ് ഡൽഹിയിൽ നിന്ന് കിട്ടുന്ന വിവരം. കംഫർട്ടബിൾ മെജോറിറ്റി, കാരണം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഒരു ഗവൺമെൻറ് നടത്തിക്കൊണ്ടുപോകുന്നതിന് ഉണ്ടായ ബുദ്ധിമുട്ടിൻ്റെ അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ കംഫർട്ടബിൾ മെജോറിറ്റി ഉണ്ടെങ്കിൽ ആ ഒരു ഗവൺമെൻറ്റിലേക്ക് നീങ്ങിയാൽ മതി എന്നൊരു തിങ്കിങ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് ഒരു കാര്യം ഞങ്ങൾ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. മോദി നയിക്കുന്ന BJPയുടെ ഭരണകൂടത്തെ കൊണ്ടുവരുന്നതിന് ഏതൊക്കെ തരത്തിൽ തടസ്സം നിൽക്കാൻ കഴിയുമോ അതിനുള്ള ഓപ്ഷൻസും കോൺഗ്രസ് ആരായും. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഇവിടെ തന്നെ സൂചിപ്പിച്ചല്ലോ, BJPയുമായി ഒരു കാരണവശാലും സഹകരിക്കാത്ത ഒരു പാർട്ടി ഇന്ത്യ രാജ്യത്ത് നിന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. അതിന്റെ അടിസ്ഥാനം സാമ്പത്തികമല്ല. പക്ഷേ കോൺഗ്രസിന് ഇപ്പോൾ താങ്കൾ പറഞ്ഞ പോലെ 176 കിട്ടിയാൽ പോലും ഒരു ഉറപ്പുമില്ലാത്ത കാര്യമാണ്. കിട്ടിയാൽ പോലും BJP എങ്ങനെ അകറ്റി നിർത്താൻ പറ്റും? ഇപ്പോൾ ശ്രീ VV രാജേഷ് തന്നെ സൂചിപ്പിച്ചു, ഇന്നലെയും ഇന്നുമായി ഡൽഹിയിലും മറ്റും നടക്കുന്ന ചർച്ചകളിൽ UPAയിൽ ഉള്ളവർ പോലും ബന്ധപ്പെട്ടതായി ബന്ധമുണ്ട്. വളരെ കുറച്ച് പാർട്ടികളെ ഇപ്പോൾ UPAയിൽ ഉള്ള താങ്കൾക്കും അറിയാം. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇന്ന് ഈ എക്സിറ്റ് പോൾ ഫലങ്ങളെ കുറിച്ച് TV ഷോ എന്ന് കോൺഗ്രസ് പറഞ്ഞാലും NCPക്ക് അങ്ങനെ അഭിപ്രായമില്ല. ഒരു സ്റ്റേബിൾ ഗവൺമെന്റ് വരാനാണ് സാധ്യത. ഇപ്പോഴത്തെ കണക്ക് വെച്ചാൽ അത് BJP ആയിരിക്കും വലിയ ഒറ്റക്കക്ഷി എന്നതിൽ പോലും NCPക്ക് പോലും സംശയമില്ല. അപ്പോൾ എന്താണ് ഇതിനപ്പുറത്തൊരു സാധ്യത? ഇപ്പോൾ തോൽക്കാൻ തന്നെ തീരുമാനിച്ചുറങ്ങിയ ഒരു തെരഞ്ഞെടുപ്പിൽ അത് ഏറെക്കുറെ നടപ്പായി എന്നതിനപ്പുറത്തൊരു വിലയിരുത്തൽ എന്ത് സാഹചര്യമാണുള്ളത്? അങ്ങനെ ഒരു പ്രീകൺസീവ്ഡ് നോഷൻ ഉണ്ടാവല്ല. മുൻവിധിയോടുകൂടി നമ്മളൊരു ചർച്ചയിലേക്ക് നീങ്ങേണ്ടുന്ന അത്രയുമൊന്നും ഒരു പതനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടില്ല. കോൺഗ്രസിന് ഇതിനകത്ത് ഒരു ബലമുണ്ട്. ആ ബലം ഞങ്ങൾ 2004 തെളിയിച്ചതാണ്, 2009 തെളിയിച്ചതാണ്, അത് 2014 ആവർത്തിച്ച് തെളിയിക്കാൻ പോവുകയാണ്. അതിന് 2 ദിവസത്തെ സമയം ദയവ് ചെയ്ത് എല്ലാവരും കൂടി ഒന്ന് അനുവദിക്കണം. 16-ാം തീയതി ഉച്ചയോടുകൂടി മാത്രമേ കോൺഗ്രസ് ഈ രാജ്യത്ത് നിന്ന് തുടച്ചു നീക്കപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിയുകയുള്ളൂ. ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ഫീഡ്ബാക്സ് ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെയല്ല. 176 ഞങ്ങൾക്ക് കിട്ടിയാൽ പോലും ഞങ്ങൾക്കതൊരു കംഫർട്ടബിൾ മെജോറിറ്റി ആണെന്ന് ഫീൽ ചെയ്താൽ മാത്രമേ ഗവൺമെന്റിലേക്ക് പോകൂ. അല്ലാത്ത പക്ഷം മറ്റ് ഓപ്ഷൻസ് ആരായും. ധാരാളം ഓപ്ഷൻസ് ഉണ്ടല്ലോ നമ്മളെ സംബന്ധിച്ചിടത്തോളം. നമ്മുടെ ഈ IK ഗുജറാലിൻ്റെ ഗവൺമെൻറ് ഉണ്ടായിട്ടുണ്ട്, അതേപോലെ തന്നെ ചന്ദ്രശേഖരൻ്റെ ഗവൺമെൻറ് ഉണ്ടായിട്ടുണ്ട്, പിന്നെ നമ്മുടെ കർണാടകത്തിൽ നിന്നുള്ള നേതാക്കന്മാരുടെ ഗവൺമെൻറ്റൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ. അപ്പോൾ അങ്ങനത്തെ ഒരു ഓപ്ഷൻസ് ആണോ അല്ലയോ എന്ന് എനിക്കറിയില്ല. ഞാൻ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വളരെ ലോവർ സ്ട്രാറ്റയിൽ നിൽക്കുന്ന ഒരാളാണ്. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിൻ്റെ ഇന്നത്തെ രാഷ്ട്രീയ തീരുമാനം എന്താണെന്ന് ചോദിച്ചാൽ 174 ഉണ്ടെങ്കിൽ പോലും അതൊരു കംഫർട്ടബിൾ ആണെന്ന് ഫീൽ ചെയ്യണം. കംഫർട്ടബിൾ ആകുന്നുണ്ടെങ്കിൽ മാത്രമേ ഗവൺമെന്റിലേക്ക് പോകൂ. ഡോക്ടർ പ്രഭാഷ്, 272ലേക്ക് ഒരു 230-ലോ 40-ലോ ഒക്കെയാണ് BJP നിൽക്കുന്നതെങ്കിൽ ഈ ഘട്ടത്തിൽ വലിയ തോതിൽ തൊട്ടുകൂടായ്മ എന്നത് നരേന്ദ്രമോദി ആണ് ആ സ്ഥാനത്ത് നിൽക്കുന്നതെങ്കിൽ ഉണ്ടെന്ന് പറയപ്പെടുന്നുണ്ട്. പക്ഷെ അപ്പോഴും
വാതിൽ തുറന്നിട്ടുകൊണ്ട് നേരത്തെ നമ്മൾ ഈ ചർച്ചയിൽ തന്നെ സൂചിപ്പിച്ച ജഗൻമോഹൻ റെഡ്ഡി, മുമ്പ് ഒരുമിച്ചിരുന്ന TRS ഉൾപ്പെടെ പല ആളുകളുമുണ്ട് എന്നിരിക്കെ അങ്ങനെ ഒരു പൊസിഷനിലാണ് BJP എത്തുന്നതെങ്കിൽ പോലും 16-ാം തീയതി ബുദ്ധിമുട്ടുമോ അവർ 272-ലെത്താൻ? ഇതിനകത്ത് എനിക്ക് തോന്നുന്നു നമ്മുടെ പ്രാദേശിക കക്ഷികളുടെ നിലപാടുകളെ അതിൽ കൂടുതൽ വായിക്കുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം പ്രാദേശിക കക്ഷികളൊക്കെ തന്നെ ഡൽഹിയിലെ ഒരു ഭരണം വരുമ്പോൾ അതിൽ സ്വാധീനം ചെലുത്തുവാനും ആ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് താന്താങ്ങളുടെ സംസ്ഥാനങ്ങളിൽ അവരുടെ പൊസിഷൻ കൺസോളിഡേറ്റ് ചെയ്യാനും ശ്രമിക്കുന്നതിനപ്പുറം അവർക്ക് പല കക്ഷികൾക്കും ഒരു ആദർശപരമായ ഒരു തീരുമാനമുണ്ടോ അല്ലെങ്കിൽ നിലപാടുകളുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. അപ്പോൾ ഇതിനകത്തിപ്പം അയ്യപ്പദാസ് പറയുകയുണ്ടായി, രാജേഷൊക്കെ പറയുകയുണ്ടായി, ഇവിടെ ഇപ്പോൾ YSR കോൺഗ്രസ്, അതെ YSR കോൺഗ്രസ് ഇപ്പോൾ തന്നെ പറഞ്ഞേക്കുന്നത് ഞങ്ങൾ വാതിൽ അടച്ചിട്ടില്ല, സർക്കാർ രൂപീകരണത്തിൻ്റെ സമയത്ത് വാതിലുകൾ മലർക്ക് തുറന്നിട്ടിരിക്കുകയാണ്. പിന്നെ ചന്ദ്രശേഖർ റാവു ഉണ്ട്, AIDMK ജയലളിതയുണ്ട്. അപ്പം ഇവരിൽ ആര് വേണമെങ്കിലും ഒരുപക്ഷെ ഒരു വലിയൊരു ബാർഗെയിൻ്റെ പുറത്തായിരിക്കാം, വല്ലാത്തൊരു ബാർഗെയിൻ നടക്കുമായിരിക്കാം. ആ ബാർഗെയിൻ്റെ പുറത്ത് ഇവരിൽ പല കക്ഷികളും BJPയുടെ കൂടെ ചേർന്നുകൊണ്ട് NDAയുടെ കൂടെ ചേർന്നുകൊണ്ട് അധികാരത്തിൽ വന്നാൽ നമുക്കൊട്ടും അത്ഭുതപ്പെടാൻ ഇല്ല. എനിക്ക് തോന്നുന്നത് പ്രധാനമായും ഈ വരാൻ പോകുന്ന BJPക്ക് 272 സീറ്റ് തികയാതെ വരികയാണെങ്കിൽ 2 സ്ത്രീകളായിരിക്കും ഏറ്റവും കൂടുതൽ, സ്ത്രീ രാഷ്ട്രീയ നേതാക്കന്മാരായിരിക്കും ഏറ്റവും അധികം ഇക്കാര്യത്തിൽ നിർണായകമായ പങ്ക് വഹിക്കാൻ പോകുന്നത്. ഒന്ന് ശ്രീമതി ജയലളിത, മറ്റൊന്ന് തൃണമൂൽ കോൺഗ്രസിൻ്റെ മമതാ ബാനർജി. ഇവർ രണ്ടുപേരുമായിരിക്കും നിർണായക. കാര്യം ഞാൻ ഇവർ രണ്ടുപേരും നിർണായകമാകുന്നു എന്ന് പറയുന്നത് എക്സിറ്റ് പോളുകളെല്ലാം കാണിക്കുന്നത് ഇവർക്ക് രണ്ടുപേരും കൂടെ ഏതാണ്ട് 60 സീറ്റിനടുത്ത് കിട്ടുമെന്നുള്ള രീതിയിലുള്ള ഇതാണ് വരുന്നത്. അപ്പോൾ ഈ 60 സീറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ 60 വേണ്ട, ഒരാളുടെ തന്നെ എടുക്കുകയാണ്. 30 സീറ്റ് എന്നുള്ള ഒരു AIDMKക്ക് കിട്ടുന്ന 30 സീറ്റ് കിട്ടുമെങ്കിൽ ആ 30 സീറ്റ് തന്നെ എടുത്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇവരിൽ ആരെങ്കിലും ഒരാൾ ചേർന്നാൽ പോലും NDAക്ക് അധികാരത്തിൽ വരാൻ പറ്റും. ഇപ്പോൾ മമതാ ബാനർജി ഏറ്റവും ഒടുവിൽ വന്നപ്പോഴത്തേക്കും BJP നിശിതമായി വിമർശിച്ചു എന്നുള്ളതൊക്കെ ശരി തന്നെയാണ്. അതൊന്നും തന്നെയും ഈ NDAയുടെ നേതൃത്വത്തിൽ വരുന്ന ഒരു ഗവൺമെൻറ് രൂപീകരിക്കുമ്പോൾ അതിനെ പിന്തുണയ്ക്കുന്നതിലോ അതിൽ ചേരുന്നതിലോ ഒന്നും തന്നെ അവരെ തടയുമെന്ന് ഞാൻ കരുതുന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും അവരൊരു പക്ഷേ ബംഗാളിനൊരു പ്രത്യേക പാക്കേജ് വേണമെന്ന് പറയുമായിരിക്കും, അല്ലെങ്കിൽ തമിഴ്നാടിനൊരു പ്രത്യേക പാക്കേജ് വേണമെന്ന് ജയലളിത പറയുമായിരിക്കാം. അപ്പോൾ പരമാവധി ബാർഗെയിൻ ചെയ്തുകൊണ്ട് ഇവരൊക്കെ തന്നെ ഏത് ഗവൺമെൻറ് വന്നാലും തിരിച്ച് കോൺഗ്രസിനാണ് ഒരു അനുകൂലമായിട്ടുള്ള വിധി വരികയാണെങ്കിൽ കോൺഗ്രസിനോടൊപ്പം ചേർന്നുകൊണ്ട് ഭരിക്കുന്നതിലും ഇവർ പിന്തിരിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം അധികാരം എന്ന് പറയുന്നത്, പ്രത്യേകിച്ചും കേന്ദ്രത്തിലെ ഒരു സ്വാധീനം, ഇപ്പോഴൊക്കെ തന്നെ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഭരണം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കേന്ദ്രത്തിലൊരു സ്വാധീനം, പ്രത്യേകിച്ചും 1989 ശേഷം നോക്കുകയാണെങ്കിൽ, ഇന്ത്യൻ രാഷ്ട്രീയം നോക്കുകയാണെങ്കിൽ, പ്രാദേശിക കക്ഷികൾക്ക് അല്ലെങ്കിൽ സംസ്ഥാനം ഭരിക്കുന്ന പ്രാദേശിക കക്ഷികളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു ആഡഡ് അഡ്വാൻറ്റേജ് ആവുകയും അവർക്ക് അവരുടെ നില ഈ സംസ്ഥാനങ്ങളിൽ കൺസോളിഡേറ്റ് ചെയ്യുവാനും സാമൂഹ്യ അടിത്തറ കൺസോളിഡേറ്റ് ചെയ്യുവാനും അവരെ സഹായിക്കുന്ന ഒരു ഘടകമായിട്ട് ഈ കേന്ദ്രത്തിലെ അവരുടെ അധികാരം അല്ലെങ്കിൽ ആ കേന്ദ്ര ഭരണത്തിലുള്ള അവരുടെ സ്വാധീനം അവരെ വല്ലാതെ സഹായിക്കുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. അത് തീർച്ചയായിട്ടും അവർ പരമാവധി പ്രയോജനപ്പെടുത്തുവാനായിരിക്കും അവർ പിന്നെ മുന്നോട്ട് വരിക. അല്ലാതെ ഏതെങ്കിലും ആദർശത്തിന്റെ പുറത്ത് മാറി നിൽക്കുന്ന കക്ഷികൾ വളരെ കുറവായിരിക്കും. ഇടവേളയ്ക്ക് ശേഷം പ്രത്യേകിച്ച് വളരെ പ്രധാനപ്പെട്ട കാര്യമാണത്. ഈ സർവേകളുടെ ഒക്കെ ഒരു ശരാശരി എടുത്താൽ ആ തലത്തിൽ പോലും പ്രാധാന്യമുണ്ട്. പ്രത്യേകിച്ച് കോൺഗ്രസും BJPയും അതിൽ ആരാണ് മുന്നിൽ വരുന്നത് തർക്കത്തിന് വേണ്ടി അതവിടെ നിൽക്കട്ടെ. എങ്കിൽ പോലും മൂന്നാമതും നാലാമതും വരാൻ സാധ്യതയുള്ളത് ബംഗാളിലെ മമതയും തമിഴ്നാട്ടിലെ ജയലളിതയുമാണ് എന്ന കാര്യത്തിൽ അതിലും ഒരു ഏകദേശ ധാരണയൊക്കെ ഈ കണക്കുകൾ വെച്ചുണ്ടായിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഏതെങ്കിലും തലത്തിൽ ഈ സഖ്യസാധ്യത കൂടുതലാക്കുന്നതിലോ അല്ലെങ്കിൽ സർക്കാരിൽ എത്തുന്നതിലോ ഒരു തടസ്സം സംഭവിച്ചാൽ BJPക്ക് പവർ നിൽക്കുമോ എന്ന പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്ക് കൂടി ഇടവേളയ്ക്ക് ശേഷം. ഒരിക്കൽ കൂടി സ്വാഗതം. തീർച്ചയായും ഈ ഘട്ടത്തിൽ സർക്കാർ രൂപീകരണ ചർച്ചകളിലേക്ക് വരെ BJP നയിക്കുന്ന NDA പോകുന്നു എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. അതിൽ തന്നെ പ്രധാനപ്പെട്ടത് 272 എന്ന സംഖ്യ NDAക്ക് തനിച്ച് തന്നെ ഉണ്ടെങ്കിൽ പോലും പുറമെ നിന്നുള്ള കൂടുതൽ സഖ്യസാധ്യതകൾ അവർ തേടുന്നു. പ്രത്യേകിച്ച് പ്രധാനപ്പെട്ട നിയമനിർമ്മാണങ്ങൾക്ക് പാർലമെന്റിൽ തടസ്സമുണ്ടാകരുത് എന്ന കണക്കുകൂട്ടലിൽ എന്ന് കൂടിയാണ് മനസ്സിലാക്കുന്നത്. ആ ഘട്ടത്തിലാണ് ഒരർത്ഥത്തിൽ അങ്ങനെ 272 ഇല്ലെങ്കിൽ, അതിനടുത്തെത്തുന്നില്ലെങ്കിൽ സ്വാഭാവികമായും നിർണായകമാകുമെന്ന് പ്രതീക്ഷിക്കുന്ന പ്രധാനപ്പെട്ട ചില പാർട്ടികൾ അല്ലെങ്കിൽ മുഖങ്ങളുള്ളത്. പ്രത്യേകിച്ച് ബംഗാളിൽ മമതാ ബാനർജിക്ക് എന്തായാലും കുറെ കൂടി ശക്തമായ സാന്നിധ്യമാണ് ഇത്തവണ പാർലമെന്റിൽ ഉണ്ടാവുക എന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട്. അവിടെ നിന്നുള്ള രാഷ്ട്രീയ വിലയിരുത്തലുകളും ഏറെക്കുറെ ആ തലത്തിലാണ് പോകുന്നത്. ഒപ്പം തന്നെയാണ് ജയലളിതയുടെ സ്വാധീനം. ജയലളിത അവിടെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി എത്തുമെന്ന കാര്യത്തിലും ഈ സർവേകളും അവിടെ നിന്ന് ലഭിക്കുന്ന സൂചനകൾ പോലും അങ്ങനെയാണ്. പ്രത്യേകിച്ച് DMK വലിയ തിരിച്ചടി നേരിടുന്ന ഒരു ഘട്ടം. മറ്റൊന്ന് രണ്ടായി പിരിയുന്ന ആന്ധ്രയിൽ നിന്നാണ് ജഗൻമോഹൻ റെഡ്ഡി അവിടെ നേടുന്ന സീറ്റുകളും പ്രധാനമാണ്. ആ മേഖലയിൽ സർക്കാരുണ്ടാക്കുന്ന തരത്തിലേക്ക് പോകാൻ കഴിയുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും തരത്തിലൊരു പാക്കേജിനും മറ്റും ശ്രമിച്ചുകൊണ്ട് അദ്ദേഹം BJPക്ക് ഒപ്പം നിൽക്കുമോ എന്നത്, അങ്ങനെ ഒരു സാധ്യത കൂടി NDA തേടുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. മറ്റൊന്ന് അതേ മേഖലയിൽ നിന്ന് തന്നെ തെലങ്കാനയിൽ നിന്നുള്ള
കെ ചന്ദ്രശേഖർ റാവുവിൻ്റെ നിലപാട്. TRS മുമ്പ് ഇന്ത്യയുടെ സഖ്യകക്ഷിയായിരുന്നു, പ്രത്യേകിച്ചും വളരെ പിന്നീട് കുറ്റം പറഞ്ഞ ഒരു ഘട്ടത്തിലേക്ക് പോയെങ്കിൽ പോലും ഒരുമിച്ചിരുന്നവരാണ് അവർ എന്നതും. ഇവരൊക്കെ എടുക്കുന്ന നിലപാടുകളും ഇന്ത്യക്ക് 272 എത്തുന്നില്ലെങ്കിൽ നിർണായകമാകുന്നു എന്നത് ശ്രദ്ധേയം തന്നെയാണ്. ശ്രീ PM സുരേഷ് ബാബു, ഈ കാര്യങ്ങളിലേക്ക് വന്നാൽ ഈ പറഞ്ഞ 4 മുഖങ്ങൾ, 4 പ്രസ്ഥാനങ്ങൾ, 4 സംസ്ഥാനങ്ങളിൽ നിന്ന് ഇപ്പോൾ പിരിയുന്നത് കൂടി കണക്കിലെടുത്താൽ ഇവരിൽ ആർക്കാണ് താങ്കൾ പറയുന്ന വാദം അംഗീകരിച്ചാലും BJP മുന്നിലെത്തുന്നില്ല എന്നൊരു സാഹചര്യം വന്നാൽ പോലും ഇവരിൽ ആർക്കാണ് കണക്കുകളിൽ 230 എത്തി BJP നിൽക്കുമെങ്കിൽ ആർക്കാണ് ഇവരിൽ BJPയോട് സഖ്യം ചേരാൻ ബുദ്ധിമുട്ടുണ്ടാകാൻ പോകുന്നത്? ഈ കക്ഷികൾക്കൊന്നും ഒരു സ്വാഭാവികമായും BJPയോടൊക്കെ സഖ്യം ചേരാനുള്ള ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. ശ്രീ പ്രഭാഷ് പറഞ്ഞ നിഗമനത്തിനോടും അദ്ദേഹത്തിൻ്റെ നിരീക്ഷണത്തിനോടുമാണ് ഞാൻ യോജിക്കുന്നത്. അവരൊക്കെ പ്രാദേശികമായി അവരുടെ രാഷ്ട്രീയ താല്പര്യങ്ങളും പ്രാദേശിക താല്പര്യങ്ങളും വെച്ചുകൊണ്ട് ഏത് മുന്നണിയുമായും അവരൊക്കെ സഹകരിക്കും. അങ്ങനെ സഹകരിച്ച ചരിത്രങ്ങളും ഇന്ത്യ രാജ്യത്തിനുണ്ട്. ആ ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ പ്രാദേശിക ഫെഡറലിസത്തിൻ്റെ ഒരു ദൂഷ്യവശമായി ഞാനത് കാണാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ ഇപ്പോഴത് ചർച്ച ചെയ്യുന്നത് ഒരു ഇമ്മച്യൂരിറ്റിയാണ്, അല്ലെങ്കിൽ ഒരു അപക്വത അതിനകത്തുള്ളത് കൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നില്ല. അവരാരുടെ കൂടെയും ചേരും. അവർക്ക് ആർക്കും BJPയോട് ചേരുന്നതിന് ഒരു ബുദ്ധിമുട്ടുണ്ടാകുകയില്ല. അതേ ഈക്വലി ഞാൻ അത് പറയാൻ ആഗ്രഹിക്കുന്നു, അവർക്ക് കോൺഗ്രസിനോട് ചേരാനും ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവുകയില്ല. ഓക്കെ, പക്ഷേ ശ്രീ സുരേഷ് ബാബു, ഞാൻ ചോദിക്കുന്നത് ഇപ്പോൾ BJPക്ക് അല്ലെങ്കിൽ അവർ നയിക്കുന്ന NDAക്ക് ഈ 272 ബുദ്ധിമുട്ടാണെങ്കിൽ ഇവർ എന്ത് തന്നാലും ഈ ഒരു സാഹചര്യത്തിൽ ഒരു 40 സീറ്റിന് മുകളിൽ ഈ 4 കക്ഷികൾ നേടുമെന്നത് വിലയിരുത്തലുകളുണ്ടല്ലോ. അപ്പോൾ ആ 40 BJPക്ക് വളരെയധികം ധാരാളമാണ്. എന്നിട്ട് പോലും ഈ 40 കിട്ടിയാൽ പോലും BJP അധികാരത്തിൽ എത്തില്ല, NDA എത്തില്ല എന്ന് കോൺഗ്രസ് വിശ്വസിക്കുന്നുണ്ടോ? അല്ല, ഞാനത് പറഞ്ഞല്ലോ, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിൻ്റെ സീറ്റ് ടാലി 174 പിന്നീട് കോൺഗ്രസിന് ആ 174 അകത്ത് നിന്നുകൊണ്ട് ഈ പറയുന്ന പുറത്തു നിന്ന് ഞങ്ങളെ പിന്തുണയ്ക്കാൻ തയ്യാറുണ്ടായി വരുന്ന കക്ഷികളുമായുള്ള സഖ്യം കോൺഗ്രസിൻ്റെ ഭരണത്തിനൊരു കംഫർട്ടബിളാണ് എന്ന് തോന്നുന്നില്ലെങ്കിൽ കോൺഗ്രസ് അധികാരത്തിലേക്ക് പോവുകയില്ല. അതല്ലാത്ത സാഹചര്യം വന്നാൽ കോൺഗ്രസ് അധികാരത്തിലേക്ക് പോവുകയും കക്ഷികളെ സ്വീകരിച്ചുകൊണ്ട്, ഘടകകക്ഷികളെ സ്വീകരിച്ചുകൊണ്ട് അവരുമായി ഭരണം പങ്കുവെക്കുകയും ചെയ്യും. ഇവിടെ അതല്ലാത്ത പക്ഷം ഉണ്ടാകുന്നത് ഇത്തരം കക്ഷികൾക്കാർക്കെങ്കിലും ഗവൺമെൻറ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ടെങ്കിൽ, അവർ തയ്യാറാകുന്ന സാഹചര്യമുണ്ടെങ്കിൽ ആ ഓപ്ഷൻസും ഓപ്പണാണ്. അതും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം മുന്നിലുള്ളതാണ്. എന്ന് വെച്ചുകൊണ്ട് ആർക്കും ഒരു സറണ്ടറിങ് അല്ലെങ്കിൽ ആരുടെയും മുമ്പിൽ കോൺഗ്രസ് ഇന്ന് തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വരുന്നതിന് മുമ്പ് തന്നെ കീഴടങ്ങി എന്ന പ്രതീതിയൊന്നും ഉണ്ടാക്കേണ്ടുന്ന ഒരു സാഹചര്യമില്ല. 2004 കോൺഗ്രസിന് എഴുതി തള്ളിയിട്ടുണ്ട്, 2009 കോൺഗ്രസിന് എഴുതി തള്ളിയിട്ടുണ്ട്. അതൊരു ഫിനിക്സ് പക്ഷിയെപ്പോലെ കോൺഗ്രസ് 2004 2009 തിരിച്ചു വന്നിട്ടുമുണ്ട്. അത് 2014 ആവർത്തിക്കുക തന്നെ ചെയ്യുമെന്ന ശുഭാപ്തി വിശ്വാസത്തിലാണ് ഒരു കോൺഗ്രസ് പ്രവർത്തകനായ ഞാൻ. തീർച്ചയായും ശ്രീ സുരേഷ് ബാബു, ഒരൊറ്റ കാര്യം, ആ ശുഭാപ്തി വിശ്വാസം ഒരു ഫിനിക്സ് പക്ഷിയായി 2014 കോൺഗ്രസ് വരുന്നെങ്കിൽ എത്രയായിരിക്കും കോൺഗ്രസ് UP എന്ന സംവിധാനം വഴി ഇത്തവണ നേടി മറ്റുള്ളവരെല്ലാം പിന്തുണയോടെ വരാനുള്ള ഒരു സാധ്യത? എത്ര ശതമാനം സാധ്യതയാണ് താങ്കൾ അതിന് കാണുന്നത്? അതൊരു ഒരു ഡിസ്റ്റർബിംഗ് ക്വസ്റ്റ്യൻ അല്ലേ? ഞങ്ങളിതിനകത്ത് ചില സ്ട്രാറ്റജിക്കലായിട്ടുള്ള ചർച്ചകളും സ്ട്രാറ്റജിക്കലായിട്ടുള്ള സമീപനങ്ങളും ഒക്കെ വേണമല്ലോ. അതുകൊണ്ട് അതൊരു ശതമാനക്കണക്കിലേക്കൊന്നും എടുക്കേണ്ടുന്ന ഒരു രാഷ്ട്രീയ വിജയമല്ല. ഞങ്ങൾ വളരെ വളരെ വ്യക്തമാക്കി പറഞ്ഞല്ലോ, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളമുള്ള നയം വളരെ വ്യക്തമാണ്. കോൺഗ്രസിൻ്റെയും UPAയുടെയും നയങ്ങൾ സുഗമമായി നടപ്പാക്കാൻ സാധിക്കാത്തൊരു സാഹചര്യത്തിൽ കോൺഗ്രസ് ഭരണത്തിലേക്ക് വരില്ല. അവിടെ മറ്റ് കക്ഷികളുമായി സ്വീകരിക്കണമെങ്കിൽ അതിനൊരു കംഫർട്ടബിലിറ്റി വേണം. ആ കഴിഞ്ഞ UPA 2 അവസാന ഘട്ടത്തിൽ ഞങ്ങളത് അനുഭവിച്ചതാണ്. ഈ ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളുമായി കൊണ്ട് അത് ആവർത്തിച്ചുകൊണ്ടുള്ള ഒരു സമീപനം വേണ്ട എന്നാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ ഹൈക്കമാൻഡിന്റെ മുമ്പിലുള്ള തിങ്കിങ്. ഓക്കെ, അവസാനമായി ശ്രീ VV രാജേഷ്, ഇപ്പോൾ ഈ 272 നമ്മൾ പറഞ്ഞു തുടങ്ങിയത്, 273 എന്ന ശരാശരിയിൽ അതാണ് സംഭവിക്കുന്നതെന്ന് ഇരിക്കട്ടെ. അതിൽ നരേന്ദ്രമോദി എന്ന വ്യക്തിയുടെ സ്വാധീനം എത്രയുണ്ടെന്ന് വേണം ഈ കണക്കുകൾ വെച്ച് പറയാൻ. കാരണം UPAക്കെതിരായ വികാരമുണ്ട്, വിലക്കയറ്റമുണ്ട്. മഹാരാഷ്ട്രയിലൊക്കെ ഇപ്പോൾ NCPയുടെ കണക്ക് നോക്കിയാൽ അവിടെ തിരിച്ചടി നേരിടുന്നിടത്തുള്ള സാഹചര്യങ്ങൾ അവർക്കുണ്ടെന്ന് പറയുന്നു. ഇതൊക്കെ നിൽപ്പുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനമായി നരേന്ദ്രമോദി എന്ന സ്വാധീനത്തിന്, ആ ഘടകത്തിന് BJP കൊടുക്കുന്ന മാർക്ക് എത്രയായിരിക്കും? ദാസ് പറഞ്ഞു വന്നാൽ എനിക്ക് മനസ്സിലായി. മറ്റുള്ള BJPക്ക് ഈ നമ്പർ കിട്ടുവാനുള്ള ബാക്കി എല്ലാ ഘടകങ്ങളും നിലവിലുണ്ട്. അപ്പോൾ നരേന്ദ്രമോദിജിയുടെ പ്രാധാന്യം എത്രത്തോളം ആയിരിക്കും ഈ മൂവ്മെന്റിൽ എന്നായിരിക്കും താങ്കൾ ഉദ്ദേശം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമുക്ക്
ഇത് ഇങ്ങനെ ചർച്ച ചെയ്യുമ്പോഴേക്ക് ഉദ്ദേശിക്കേണ്ടത് എത്രത്തോളം ആന്റി ഇൻകംബൻസി ഫാക്ടർ ഉണ്ടെങ്കിലും ഒരു മുന്നേറ്റത്തെ നയിക്കുവാൻ വേണ്ടിയിട്ട് ഒരു നേതാവ് ഉണ്ടാകണം. ആ നേതൃത്വം നൽകുവാൻ വേണ്ടിയിട്ട് നരേന്ദ്രമോദിജിക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. മാത്രമല്ല, നമ്മൾ ചർച്ച ചെയ്യാതെ പോയ, ചോദ്യം വരാത്തതുകൊണ്ട് ഞാൻ പറയാത്തതാണ്, ചർച്ച ചെയ്യാത്തത് പോയ മറ്റൊരു സംഗതി ഇവിടെയുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ BJP മുന്നിൽ വെച്ച 2 കാര്യങ്ങളിൽ ഒന്ന് BJPക്ക് ഭരണത്തിലെത്തണം, മറ്റൊന്ന് ഇപ്പോഴും പാർട്ടിക്ക് ബാലികേറ മലയായിട്ട് ഉള്ള ഒരുപാട് സംസ്ഥാനങ്ങളുണ്ട്. കേരളത്തിൽ ഞങ്ങൾക്ക് ശക്തമായുള്ള സംഘടനാ സാന്നിധ്യമുണ്ട്, പ്രവർത്തനമുണ്ട്, പക്ഷേ ഞങ്ങൾക്ക് സീറ്റ് ലഭിച്ചിട്ടില്ല. അതുപോലെ തന്നെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഞങ്ങൾക്ക് സീറ്റ് ലഭിച്ചിട്ടില്ല, പ്രവർത്തനം പോലും ശുഷ്കമാണ്. ആ മേഖലകളിലേക്ക് കൂടി പാർട്ടിയുടെ പ്രവർത്തനം വ്യാപിപ്പിക്കുകയും പാർട്ടിയെ ഇന്ത്യയിൽ സമഗ്രമായിട്ട് പാർട്ടിയെ ബിൽഡപ്പ് ചെയ്യുകയും ചെയ്യുക എന്നുള്ള വലിയൊരു ലക്ഷ്യം കൂടി, ഭരണം പിടിക്കുക എന്നുള്ള ലക്ഷ്യത്തോടൊപ്പം തന്നെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഞങ്ങൾ അത്തരത്തിലുള്ള ലക്ഷ്യം കൂടി വച്ചു. ആ ലക്ഷ്യത്തിൽ എത്താൻ വേണ്ടിയിട്ട് ഒരു പക്ഷേ BJPയുടെ സ്വീകാര്യത ഇല്ലാത്ത ചില മേഖലകളിൽ, ചെറുപ്പക്കാരുടെ മേഖല, അതുപോലെ തന്നെ BJPയെ സ്വീകരിക്കുവാൻ വേണ്ടിയിട്ട് ഇതുവരെയും മടിച്ചു നിന്ന ചില മേഖലകളിൽ നരേന്ദ്രമോദിജിക്ക് സ്വാധീനമുണ്ട്. വ്യക്തി എന്നുള്ള നിലയ്ക്ക്, അല്ലെങ്കിൽ അദ്ദേഹത്തെ ഒരു വികസനത്തിന്റെ നായകൻ എന്നുള്ള നിലയ്ക്കൊക്കെ സ്വീകാര്യതയുണ്ട്. ഈ രണ്ടും കൂടെ ക്ലബ്ബ് ചെയ്തുകൊണ്ട്, ഇപ്പോൾ ഉദാഹരണത്തിന് അരുണാചൽ പ്രദേശിൽ ഞങ്ങൾക്ക് ശക്തമായിട്ടുള്ള പാർട്ടി പരിപാടികൾ പോലും നടത്താൻ സാധിച്ചിട്ടില്ലാത്തൊരു സ്ഥലമാണ്. ആ അരുണാചൽ പ്രദേശിൽ നരേന്ദ്രമോദിജിയുടെ പ്രോഗ്രാമിൽ പങ്കെടുക്കുവാൻ വേണ്ടിയിട്ട് 85% ന്യൂനപക്ഷ സമുദായങ്ങളുള്ള ആ പ്രദേശത്ത് ആയിരക്കണക്കിന് ആൾക്കാർ വന്നു. ഇന്നലെ പല സർവേ ഫലങ്ങളും വരുന്ന അരുണാചൽ പ്രദേശിൽ ഒരു സീറ്റ് BJP കിട്ടുമെന്നാണ്. അപ്പോൾ ഇത്തരത്തിൽ സമഗ്രമായിട്ട് പാർട്ടിയെ ഇന്ത്യയിലും ഒരു കാലഘട്ടത്തിൽ LK അദ്വാനിച്ച് ചെയ്തിരുന്നത് പോലെ പാർട്ടിയെ ഇന്ത്യയിലെമ്പാടും വ്യാപിപ്പിക്കുവാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ നേതൃത്വം വളരെ ഗുണപരമായിട്ടുള്ള ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ താങ്കൾ ആദ്യം പറഞ്ഞതുപോലെയുള്ള വിലക്കയറ്റം, അഴിമതി, ഇങ്ങനെയുള്ള വിഷയങ്ങൾ ശക്തമായിട്ട് ജനങ്ങളുടെ ഇടയിൽ എത്തിക്കുവാനും ഈ മൊത്തത്തിലുള്ള ഈ മൂവ്മെന്റിന് ഒരു നേതൃത്വം കൊടുക്കുക, ഒരു നേതാവ് എന്തായാലും ഉണ്ടാകണമല്ലോ, നേതൃത്വം കൊടുക്കുവാനും നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിന് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന് എത്ര മാർക്ക് കൊടുക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിനും പാർട്ടി സംവിധാനത്തിനും കൂടി ഫുൾ മാർക്ക് തന്നെ വ്യക്തിപരമായിട്ട് കൊടുക്കണം എന്നുള്ളത്. തീർച്ചയായും നന്ദി ശ്രീ VV രാജേഷ്. ഒപ്പം തന്നെ ഡോക്ടർ പ്രഭാഷ്, ശ്രീ PM സുരേഷ് ബാബു ഈ ഘട്ടത്തിൽ ഞങ്ങളോട് സഹകരിച്ചതിന്, നിലപാടുകൾ വ്യക്തമാക്കിയതിന് തീർച്ചയായും ഇന്ത്യ ആർക്ക് എന്ന ചോദ്യത്തിന് ഇനിയും ആദ്യം സൂചിപ്പിച്ച പോലെ 60 മണിക്കൂർ കൂടി ദൂരമുണ്ട് അതിലേക്ക്. എന്തായാലും ഈ പറഞ്ഞ പോലെ 100 മാർക്കും ഫുൾ മാർക്കും BJPക്കും നരേന്ദ്രമോദിക്കും നൽകേണ്ട സാഹചര്യമാണോ എന്നതൊക്കെ അറിയാൻ ഇരിക്കുകയാണ്. തീർച്ചയായും ഈ കണക്കുകൾ വെച്ചുള്ള ചില വിലയിരുത്തലുകൾക്ക് മാത്രമാണ് ഈ ഘട്ടത്തിലും ആ കണക്കുകൾ യാഥാർത്ഥ്യമാണെന്ന് അറിയാൻ അത്ര കൂടി സമയം കൂടിയുണ്ട്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം 8 മണി വാർത്ത.